السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, കഴിഞ്ഞയാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്നും അല്ലാഹു അവന്റെ തൗഫീഖിൽ നിന്ന് നമ്മെ അകറ്റുക, അൽ ഖുദ്ലാൻ, അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ അതെന്താണെന്നും അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവർ തങ്ങൾക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലാഹുവിന്റെ തൗഫീഖിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില അടയാളങ്ങളും ലക്ഷണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ അതിന് തുടർച്ചയായി പരസ്പരം ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവരുടെ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാത്തവരുടെ അടയാളം എന്താണ്? പണ്ഡിതന്മാർ അതിനെ മൊത്തത്തിൽ പറയുന്നു, അൽ ഖദ്ലാനു ഹുവൽ ഫിത്നതു ബിഐനിഹി വഅൻ യുൻകിറ അൽ ഇൻസാനു മാ കാന യഅരിഫു മിനൽ ഹഖ് വയഅരിഫു മാ കാന യുൻകിറു മിനൽ ബാതിൽ. അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുക, അല്ലാഹു നമ്മെ കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഫിത്ന. നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതിനോട് നമ്മൾ എതിര് നിൽക്കുക. നമ്മൾ എതിര് നിൽക്കേണ്ട ബാത്തിലായ കാര്യം നമ്മൾ അതിന്റെ വക്താവായി തീരുക. മഹാനായ സ്വഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം ഈ വിഷയത്തിൽ, ഇന്ന ളലാലത ഹഖ്ഖു ളലാല അൻ തഅരിഫ മാ കുൻത തുൻകിറു വതുൻകിറ മാ കുൻത തഅരിഫു. ളലാലത്ത് എന്ന് പറഞ്ഞാൽ, വഴികേട് എന്ന് പറഞ്ഞാൽ ശരിയായ വഴികേട്. അൻ തഅരിഫ മാ കുൻത തുൻകിർ, നീ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നീ അതിന്റെ ആളായിത്തീരുക എന്നുള്ളതാണ്. നീ അതിന്റെ വക്താവാകുക. നീ മാറ്റി നിർത്തേണ്ട, അകറ്റി നിർത്തേണ്ട കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചേർത്ത് വെക്കുക. നീ നിന്റെ ജീവിതത്തിൽ അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ അതിനോട് നീ എതിര് നിൽക്കുക. ഇതാണ് ശരിയായ വഴികേട്. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഇൽമ് നേടി അമലാക്കേണ്ട, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല, അറിയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. നമ്മൾ അകറ്റി നിർത്തേണ്ടുന്ന, അള്ളാഹു ഹറാമാക്കിയ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന്റെ ആളാണ്. ഇതാണ് ശരിയായ വഴികേട്. ഹഖ്ഖു ളലാല, ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാത്ത ഖുദ്ലാൻ, അള്ളാഹു കൈയൊഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട അടയാളം. സലഫുകളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു കഅബ് അദ്ദേഹത്തോട് ചോദിച്ചു, മാ അലാമാത്തുൽ ഖുദ്ലാൻ, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്നതിന്റെ അടയാളം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അയ്യസ്തഖ്ബിഹ അർറജുലു മാ കാന യസ്തഹ്സിൻ വയസ്തഹ്സിന മാ കാന ഖബീഹൻ. ഒരാൾ നല്ലതായി കാണേണ്ട കാര്യങ്ങൾ അവൻ മോശമായി മനസ്സിലാക്കുക. മോശമായി കാണേണ്ടതിനെ നല്ലതായും അവൻ മനസ്സിലാക്കുക. ഹക്കിനെ ബാത്തിലായും ബാത്തിലിനെ ഹക്കായും, ഖൈറിനെ ഷർറായും ഷർറിനെ ഖൈറായും, തൗഹീദിനെ ശിർക്കായും ശിർക്കിനെ തൗഹീദായും, സുന്നത്തിനെ ബിദ്അത്തായും ബിദ്അത്തിനെ സുന്നത്തായും, ഹറാമിനെ ഹലാലായും ഹലാലിനെ ഹറാമായും. നമ്മൾ എന്താ പറയാ, നിങ്ങളെ
വടക്കൻ കേരളത്തിൽ പ്രയോഗം കണ്ടെടുക്കുകയാണെങ്കിൽ ഉൾട്ടാക്കുക, അല്ലെ? ശരിയായത് എന്താണ്, അതിന്റെ നേരെതിര് മനസ്സിലാക്കുക. നല്ലതിനെ ചീത്തയായും ചീത്തതിനെ നല്ലതായും മനസ്സിലാക്കുക. ഇതാണ് അള്ളാഹു നമ്മെ കൈവിട്ടതിന്റെ അടയാളം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇന്ന് നോക്കൂ നിങ്ങൾ നാട്ടിൽ, ഇന്ന് അള്ളാഹുവിന്റെ ദീനിൽ ഹറാമാക്കിയ എല്ലാ മോശത്തരങ്ങളും ആളുകൾക്ക് ഇന്ന് മുന്തിയ കാര്യങ്ങളാണ്, വളരെ മേന്മയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ അവൻ ഹറാമാക്കിയ ഇത്തരം വൃത്തികേടുകൾ അത് പരസ്യമായി ചെയ്യാനും ആ ചെയ്തത് ജനമധ്യത്തിൽ എടുത്തു പറയാനും അഭിമാനം കൊള്ളാനും പുളകം കൊള്ളാനും ആളുകൾക്ക് ഒരു മടിയില്ല. കാരണം എന്താ? ആളുകൾ അത് വലിയ സംഭവമായി, വലിയ സംഗതിയായി, അഭിമാനമായി, സ്വാതന്ത്ര്യമായി, പുരോഗമനമായി എടുത്തു പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ലഹരി, മദ്യപാനം, പുകവലി, ഇത് വലിയ അഭിമാനത്തിൽ ആണത്തത്തിന്റെ അടയാളമായി പുരുഷന്മാരെടുത്തു പറയുന്നു. അത് വലിക്കാത്തവൻ ആണല്ല എന്നാണ്, അത് ചെയ്യാത്തവൻ ആൺകുട്ടിയല്ല, ഈ ആൺകുട്ടിയല്ലടോ എന്ന് പറഞ്ഞ് അത് ചെയ്യാത്തവരെ പരിഹസിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ, അവൻ അടുക്കരുത്, കൈകൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒരു നിലക്കും സമീപിക്കരുത് എന്ന് പറഞ്ഞ് അവൻ വിലക്കി വ്യഭിചാരം, വലാ തഖറബു സിന. അതിനെ വളരെ പാവനമായി, മനോഹരമായി, പരിഭാവനമായ പ്രണയം, പരിശുദ്ധമായ പ്രേമം എന്നൊക്കെ ഭംഗിയുള്ള വാചകങ്ങൾ ഇട്ടിട്ട് അതിനപ്പുറത്ത് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ പലതും പറഞ്ഞ് കുടുംബത്തിനകത്താണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹബന്ധം ഹറാമാക്കാത്ത, പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകളെ വരെ സഹോദരൻ സഹോദരി, ഏട്ടത്തി അനിയത്തി, കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ, അള്ളാഹു സഹോദരൻ സഹോദരിയാക്കാത്തവരെ നമ്മൾ പിടിച്ച് സഹോദരൻ സഹോദരിയാക്കിയിട്ട് എല്ലാ ഹറാമിനും വഴിവെച്ചു കൊടുക്കും. ഇങ്ങനെ അകറ്റേണ്ടത് അകറ്റാതിരിക്കുകയും അത് അടുപ്പിക്കുകയും അടുപ്പിക്കേണ്ടതിനെ അടുപ്പിക്കാതെ അകറ്റുകയും ചെയ്യുക. നല്ലതിനെ ചീത്തയായും ചീത്തതിനെ നല്ലതായും മനസ്സിലാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ഏറ്റവും വലിയ വഴികേട്. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്നൊരാൾ അകലുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്ന് അവൻ കൈയൊഴിയുന്ന ഈ മഹാവിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഅദന അല്ലാഹു വ ഇയ്യാക്കും. സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എന്താണ് തൗഫീഖ്? എന്താണ് തൗഫീഖ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നന്മകൾ ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ നമുക്ക് ഉപകാരപ്പെടുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അത് ചെയ്യാൻ അവന്റെ സഹായവും ഉദവിയും നമുക്ക് അനുകൂലമാകുക എന്നുള്ളതാണ്. ഖദ്ലാൻ എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന്റെ സഹായവും അവന്റെ ഉദവിയും അവന്റെ കരുണാകടാക്ഷങ്ങൾ ലഭിക്കാതെ നമ്മൾ കൈയൊഴിയുന്ന അവസ്ഥ, നമ്മളിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുന്ന അവസ്ഥ. എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചതിന്റെ അടയാളം? 7 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എണ്ണി പറഞ്ഞു. എന്തൊക്കെയാണ് 7 കാര്യങ്ങൾ നമ്മൾ എണ്ണി പറഞ്ഞത്? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശറഅാക്കിയ നന്മകൾ അത് സ്ഥിരതയോടെ ചെയ്യാൻ സാധിക്കും. എപ്പോഴെങ്കിലും തോന്നുമ്പോ അങ്ങ് കാട്ടിക്കൂട്ട, തലകുത്തി മറിയാം. കൊല്ലത്തിലൊരു റമളാനിൽ മുത്തഖിയായി ജീവിക്കുക, അതല്ല, നന്മകളിൽ സ്ഥിരത പുലർത്തുക. രണ്ടാമത്തത് അൽ ഈമാനു വൽ അമലു സ്വാലിഹ്. ഈമാനും അമലു സ്വാലിഹും അതൊരാൾക്ക് സാധിക്കുന്ന ഒരാൾ ഈമാനുള്ളവനാണ്, തൗഹീദുള്ളവനാണ്. അതനുസരിച്ച് അമൽ ചെയ്യുന്ന, ബിദ്അത്തില്ലാതെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിച്ചതിന്റെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്നാമതായി അത്തൗബ. ഇതിനിടയിൽ തെറ്റുകൾ സംഭവിക്കും, മനുഷ്യനാണ്. തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കൂപ്പുകുത്തുകയല്ല, ഉടനടി തൗബ ചെയ്ത് തിരിഞ്ഞു നടക്കുക, നന്മകളിൽ മുന്നേറുക. അത്തൗബ. മൂന്നാമതായി ഈമാനുണ്ട്, അമൽ സ്വാലിഹുണ്ട്, തെറ്റുകളിൽ നിന്ന് തൗബ ഇസ്തിഗ്ഫാറുണ്ട്. അത് തന്റെ സ്വകാര്യ സ്വത്തായി, തന്റെ തറവാട്ട് വകയായി സ്വയം പതിച്ചു കൊടുക്കലാണോ? അല്ല, അത് ആളുകൾക്ക് പകർന്നു കൊടുക്കണം തനിക്ക് കഴിയുന്ന രൂപത്തിൽ. അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിലേക്ക്, അള്ളാഹുവിലേക്ക് ആളുകളെ കഴിയുന്ന രൂപത്തിൽ ക്ഷണിക്കണം. ഒന്നുമല്ലെങ്കിൽ അതിലേക്ക് സഹായം ചെയ്യാൻ ഒരു സംസാരമോ എഴുത്തോ കുറിപ്പടിയോ ഒരു പുസ്തകമോ ഒരു ദീനിയായ നന്മയോ പങ്കുവെക്കാൻ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പങ്കാളിത്തം കൈവരിക്കാൻ സാധിക്കും അതിലെല്ലാം ഏർപ്പെടുക. അഞ്ചാമത്തെ കാര്യം
ഹുസ്നുൽ ഇശ്റ, സഹജീവികളോട്, ഭാര്യയോട്, മക്കളോട്, കുടുംബക്കാരോട്, അയൽപ്പക്കത്തോട്, തന്റെ മറ്റു മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് നല്ല ബന്ധം, മനുഷ്യന്മാരോട്, കുടുംബത്തിലുള്ളവർ തുടങ്ങി സമൂഹത്തിലുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുവദിച്ച രൂപത്തിലുള്ള നല്ല ബന്ധങ്ങൾ കാഴ്ചവെക്കുക. ആറാമത്തെ കാര്യം തദക്കുറുൽ മൗത്ത്, മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം കാലം മരിക്കേണ്ടവനാണല്ലോ എന്ന ഓർമ്മയിൽ ജീവിക്കാൻ സാധിക്കുക. അത് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവരെ മറ്റൊരടയാളമാണ്. ഏഴാമത്തെ കാര്യം നല്ല അവസാനം, നല്ല മരണം കൈവരിക്കാൻ ഈമാനും അമലു സ്വാലിഹും കാഴ്ചവെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ സാധിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവരുടെ 7 പ്രധാനപ്പെട്ട അടയാളങ്ങൾ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൈയൊഴിയുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കാത്ത ആളുകൾ, അവരുടെ പ്രധാനപ്പെട്ട അടയാളം എന്താണ്? നല്ലത് ചീത്തയായും ചീത്ത നല്ലതായും തോന്നുക എന്നുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം അസ്ബാബു തൗഫീഖ്, അള്ളാഹുവിന്റെ തൗഫീഖ് നേടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്. നേരത്തെ പറഞ്ഞ അടയാളങ്ങൾ. ഇനി ആ തൗഫീഖ് നമുക്ക് ലഭിക്കാൻ നിരവധി കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്താൽ ദീനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ, ഉലമാക്കൾ അത് നമ്മളെ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അവലംബിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ മാത്രം അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കാൻ കാരണമാകുന്ന വഴികൾ 30-ലേറെ വഴികൾ ഇതിൽ എണ്ണി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലെ 10 കാര്യങ്ങൾ ഇന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസു വൽ മുതാബഅ, ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇദാ ലം യകുൻ ലില്ലാഹി ഫിഅലുക ഖാലിസൻ ഫകുല്ലു ബിനാഇൻ ഖദ് ബനൈത ഖറാബു. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ നിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രമായി നീ കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യാത്ത പടുത്തുയർത്തുന്ന നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊട്ടിത്തകരുന്നതാണ്, പാഴ്വേലയായി മാറുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊരു അമൽ ചെയ്യുന്നുണ്ടോ, എന്തൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, അതാർക്കു വേണ്ടി ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബോധിപ്പിക്കാൻ മാത്രം അവൻ കണ്ടാൽ മതി, അവനെ കേൾപ്പിച്ചാൽ മതി, അവനെ പേടിച്ചാൽ മതി, അവന്റെ കൂലി പ്രതീക്ഷിച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് ബാധകമല്ല. ആര് കാണട്ടെ കാണാതിരിക്കട്ടെ, ആര് കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, നമ്മൾ ആരെയും ഭയക്കുന്നില്ല, ആരുടെയും സ്തുതികീർത്തനങ്ങളോ പുകൾവാചകങ്ങളോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്റെ റബ്ബ് എനിക്കത് നിയമമാക്കി, അവന് വേണ്ടി അവന്റെ കൂലി പ്രതീക്ഷിച്ച് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ട് ഞാൻ ഇത് ചെയ്യുന്നു. ഇതുമാത്രമായിരിക്കണം നമ്മുടെ അമലുകൾക്ക് പിന്നിലുള്ള ലക്ഷ്യം. അൽ ഇഖ്ലാസ്, ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിന് മാത്രമായി നൽകുക, അള്ളാഹുവിന് തനിച്ചായി നൽകുക, അതിൽ വേറൊരാൾക്കും പങ്കില്ല. സൃഷ്ടികളിൽ ആരെയും കാണിക്കാനും കേൾപ്പിക്കാനും പറയിപ്പിക്കാനുമല്ല. ഇങ്ങനെ ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അമൽ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിച്ച ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. ശിർക്ക് ചെയ്യുന്നവരുടെ ശിർക്കിൽ നിന്ന് ഞാൻ ധന്യനാണ്. അള്ളാഹുവിന് ശിർക്കിന്റെ യാതൊരു ലാഞ്ചന പോലും ആവശ്യമില്ല. ശിർക്ക് ചെയ്യുന്ന അമൽ അള്ളാഹുവിന് ആവശ്യമില്ല. അവന് മാത്രം തനിച്ചായി നൽകുന്ന അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അതാണ് അള്ളാഹുവിന് ആവശ്യം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി. ആരാണോ എനിക്ക് വേണ്ടി ഒരു അമൽ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്ന അമലിൽ എന്നോടൊപ്പം മറ്റുള്ളവരെ പങ്കുചേർക്കുന്നു, ശിർക്ക് വെക്കുന്നു, തറക്തുഹു വശിർക്കഹു, ഞാൻ അവനെയും അവന്റെ ശിർക്കിനെയും ഒഴിവാക്കുന്നതാണ്. അള്ളാഹു സ്വീകരിക്കില്ല, അള്ളാഹു കൈയൊഴിയും. അപ്പൊ ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന അമൽ, ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്നവൻ അവൻ അള്ളാഹു കൈയൊഴിയും, അവൻ അള്ളാഹു തിരസ്കരിക്കും, അവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല, അവൻ അള്ളാഹു ഒഴിവാക്കും. അപ്പൊ ഇഖ്ലാസ് വേണം, നമ്മുടെ അമലിൽ ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് മാത്രം മതിയോ?
അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിച്ചു മാത്രം എന്തും ചെയ്യാനാണോ ദീനിൽ? അല്ല. രണ്ടാമതായി ഇഖ്ലാസിനോടൊപ്പം ഇത്തിബാ വേണം. എന്താണ് ഇത്തിബാ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതുപോലെ, അള്ളാഹു ദീനിൽ നിയമമാക്കിയതുപോലെ ആ അമൽ പ്രവർത്തിക്കണം. നിസ്കാരം അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ നിസ്കരിക്കണം. നോമ്പ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അവിടുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. ഇങ്ങനെ ഓരോ നന്മയും ഏതേത് അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ഇത്തിബാ ചെയ്തു വേണം പ്രവർത്തിക്കാൻ. സൂറത്തു നിസായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വളരെ ഗൗരവമുള്ള ആയത്താണിത്. സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى. ആരാണോ സന്മാർഗം സത്യം വ്യക്തമായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തോട് എതിരിട്ട് നിന്നവൻ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുന്നവൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അത് സത്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് സത്യമാണ് എന്നറിയുന്ന ഒരാൾ, ഖുർആനും സുന്നത്തും അതാണ് സത്യമെന്നറിയുന്ന ആൾ, അത് മനസ്സിലാക്കിയിട്ട് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തോട് എതിരിട്ട് നിൽക്കുകയാണ്. ആ മാർഗം പിൻപറ്റിയ മുഅ്മിനീങ്ങൾ, അത് സ്വഹാബത്ത് തുടങ്ങി ഈ കാലഘട്ടം വരെ, ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും അതിൽപ്പെട്ടു. അതിലാദ്യം മുന്നടക്കുന്നവർ സ്വഹാബത്താണ്, പിന്നെ താബിഈങ്ങളാണ്, പിന്നെ താബിഉ താബിഈങ്ങളാണ്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച സന്മാർഗ ദർശനത്തെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾ അവരുടെ മാർഗത്തോട് എതിരിട്ട് നിൽക്കുക. മുസ്ലിമീങ്ങളെ പോലെ ജീവിക്കില്ല. മുസ്ലിമിന്റെ പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമ അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെച്ച പേരാണ്. പക്ഷേ ഇസ്ലാമുമായി ബന്ധമില്ല. ഇസ്ലാമുമായി അവന്റെ വേഷത്തിലോ കോലത്തിലോ രൂപത്തിലോ ഭാവത്തിലോ നടത്തത്തിലോ ഇരുത്തത്തിലോ അവന്റെ തലമുടിയിലോ അവന്റെ അംഗവിക്ഷേപങ്ങളിലോ യാതൊരു ഇസ്ലാമിന്റെ അടയാളമില്ല. പേര് മാത്രം മുസ്ലിം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച ദീനാണിതെന്ന് അവനറിയാം, അതാണ് സത്യമെന്നറിയാം. എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തോട് എതിരിട്ട് നിൽക്കുകയും മുഅ്മിനീങ്ങളുടേതല്ലാത്ത അന്യമതസ്ഥരുടെ, സിനിമാ അഭിനേതാക്കളുടെ, കളിക്കാരുടെ, ഭൗതികന്മാരുടെ, തോന്നിവാസികളുടെ വേഷവും സംസ്കാരവും സ്വഭാവവും പെരുമാറ്റവും നടപ്പും ചേലും നടപടിയും, ഇതാണ് അവന്റെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് നാം അവനെ തിരിച്ചു കളയും. ഇതാണ് ഖുദ്ലാൻ. അള്ളാഹു അവനെ കൈയൊഴിയുന്നതാണ്. അവൻ ഏതു മാർഗമാണോ തെരഞ്ഞെടുത്തത്, അവന്റെ മാർഗം മുഅ്മിനീങ്ങളുടെ മാർഗമല്ല, സ്വഹാബത്തിന്റെ മാർഗമല്ല, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗമല്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അല്ല അവൻ പിൻപറ്റുന്നത്. അവന്റെ ജീവിതം ഇസ്ലാമിന്റെ സന്മാർഗ ദർശനമല്ല, അവന്റെ തോന്നിവാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചു കളയും. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ. വൽഇയാദു ബില്ലാഹ്. എന്നിട്ട് എന്താ പറഞ്ഞത്? വനുസ്ലിഹി ജഹന്നം. അവസാനം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ടു കരിക്കും. അവന്റെ സങ്കേത നരകമായിരിക്കും. വസാഅത് മസീറ, ആ നരകം എത്ര മോശമായ സങ്കേതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ നമ്മൾ അമൽ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അമൽ ചെയ്താൽ പോരാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചതുപോലെ സമ്പൂർണമായി പകർന്നെടുക്കണം. അതിന് നമ്മുടെ ജീവിതത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒപ്പിയെടുക്കണം, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പകർത്തിയെടുത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആ അമൽ കാഴ്ചവെക്കണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലെ സ്വീകരിക്കുകയുള്ളൂ. സൂറത്തുൽ മുൽക്കിൽ നമുക്ക് പരിചയമുള്ള ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചു. എന്തിനാണത്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ജീവിച്ചു മരിക്കുന്നതിനിടയിൽ ആരാണ് അഹ്സനായ അമൽ, അക്സറു അമല എന്നല്ല പറഞ്ഞു,
കുറെ അമൽ അനുഷ്ഠിക്കുന്നവൻ ആരാണ് പരീക്ഷിക്കാനല്ല, മറിച്ച് അഹ്സനു അമല, ഏറ്റവും നല്ല അമൽ ആരാണ് കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു നമുക്ക് ജീവിതവും മരണവും തന്നത്. എങ്ങനെയാണ് ഒരു അമൽ അഹ്സനാകുക, ഏറ്റവും നന്നായി തീരുക? മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അഖ്ലസുഹു വ അസ്വബുഹു. അഹ്സനായ അമൽ എന്ന് പറഞ്ഞാൽ അത് അഖ്ലസ് ആകണം, അസ്വബാകണം. അഖ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന അമൽ. അസ്വബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ഇത്തിബാ ചെയ്ത് ചെയ്യുന്ന അമൽ. അപ്പൊ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്ത് മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന അമലാണ് ഏറ്റവും നല്ല അമൽ. ഈ നല്ല അമൽ കാഴ്ചവെക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് നമുക്ക് ജീവിതവും മരണവും. ഇങ്ങനെ അഹ്സനു അമൽ, നല്ല അമൽ കാഴ്ചവെക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള കാരണമാണ്. മനസ്സിലായില്ലേ? ഈ അഹ്സനു അമലാണ് അമലുൽ സ്വാലിഹ്. ഒരു അമൽ സ്വാലിഹാകണമെങ്കിൽ, സൽക്കർമ്മമാകണമെങ്കിൽ, അള്ളാഹു അമൽ സ്വീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതിന് ഷർത്താണ്. എന്താണൊന്ന്? അൽ ഇഖ്ലാസ്, രണ്ടാമത്തേത് അൽ ഇത്തിബാ. ഇതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ താല്പര്യം. ദീനിന്റെ ആകത്തുകയാണത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണുള്ളത്? അൽ ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി, അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന അമലുകൾ മുഹമ്മദുർ റസൂലുള്ളാഹിലൂടെ പരിവർത്തിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ മാത്രം. ഇതാണ് അള്ളാഹു സ്വീകരിക്കുന്ന അമലുൽ സ്വാലിഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ ഇതാണ്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, ഇഖ്ലാസും ഇത്തിബാഉം മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്, ഒന്നാമത്തെ കാരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഈ രണ്ട് ഷർത്തുകളും ഒരുമിച്ച ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ അവസാനത്തെ ആയത്ത്. നമ്മൾ രണ്ടിനും തെളിവ് പറഞ്ഞു. ഇഖ്ലാസിന് തെളിവ് പറഞ്ഞു, ഖുദ്സിയായ ഹദീസ് പറഞ്ഞു. അതുപോലെ തന്നെ ഇഖ്ലാസിന് അനേകം തെളിവ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, സൂറത്തുൽ ബയ്യിനയിലെ ആയത്ത്. ഇതൊക്കെ അതിനുള്ള തെളിവാണ്. ഇത്തിബാ നമ്മൾ തെളിവ് പറഞ്ഞു, സൂറത്തുൽ നിസാഇൽ 115-ാമത്തെ ആയത്ത്. ഈ രണ്ട് വിഷയവും, ഇഖ്ലാസും ഇത്തിബാഉം ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ആയത്തുണ്ട്, സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്ത്. ഏതാണത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ പരലോകത്ത് ആഖിറത്തിൽ കണ്ടുമുട്ടണം, സ്വർഗത്തിൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണോ അവൻ എന്ത് ചെയ്യട്ടെ? അവനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവൻ. നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അള്ളാഹുവിനെ നേർക്കുനേരെ കാണാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ദുനിയാവിൽ ലഭിച്ചവർക്ക് അത് ലഭിക്കുള്ളൂ. അവൻ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫല്യഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സ്വാലിഹായ അമൽ ചെയ്യട്ടെ. അതായത് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, സ്വവാബൻ, ശരിയായ അമൽ അവൻ പ്രവർത്തിക്കട്ടെ. ഫസ്വാബു അയ്യകൂന അല സുന്നതി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അമൽ അനുഷ്ഠിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ അവൻ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അതാണെന്ത്? ഇഖ്ലാസോടുകൂടിയുള്ള അമൽ. അപ്പൊ ഇഖ്ലാസും ഇത്തിബാഉം ഈ ആയത്തിൽ ഒരുമിച്ചിരിക്കുന്നു. മഹാനായ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പേരാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലാ. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്, 2000-ഓടടുത്ത്. അദ്ദേഹം പറയുകയുണ്ടായി, മഹത്തായ ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു വാക്കിതാണ്, ഫമൻ സ്വദഖ മഅ അല്ലാഹി വ അഖ്ലസ ലില്ലാഹ്, ആരാണോ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചത്. അള്ളാഹുവിനോട്, നമുക്ക് ആളുകൾക്ക് മുമ്പിൽ പലതും അഭിനയിക്കാം, ഭാര്യയ്ക്ക് മുമ്പിൽ, മക്കൾക്ക് മുമ്പിൽ, നമ്മുടെ കൂട്ടുകാർക്ക് മുമ്പിൽ, ആദർശ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ നമ്മൾ സത്യസന്ധനാണെന്ന് നമുക്ക് അഭിനയിക്കാം. പല ഒഴിവുകഴിവുകളും ന്യായങ്ങളും ദീന് തള്ളിമാറ്റുന്നിടത്ത്, ദീനിനെ അകറ്റി നിർത്തുന്നിടത്ത് നമുക്ക് പറയാം. ആളുകൾക്ക് മുമ്പിൽ പല എക്സ്ക്യൂസും നമുക്ക് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പോന്ന കാരണങ്ങളും ഒഴിവുകഴിവുകളുമാണോ അത് നമ്മൾ പരിശോധിക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ സത്യസന്ധത പാലിച്ചവൻ ആരാണോ, വഅഖ്ലസ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവൻ ആരാണോ, വഫഖഹുല്ലാഹു വഅആന,
അള്ളാഹു അവന് തൗഫീഖ് നൽകുന്നതാണ്, അവനെ സഹായിക്കുന്നതാണ്, അവൻ ഉദവി നൽകുന്നതാണ്. വബാറക ഫീ ജുഹൂദിഹി, അവന്റെ പരിശ്രമങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ ഏർപ്പാടുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യുന്നതാണ്. അള്ളാഹു ആകാശലോകത്ത് നിന്ന് അവന് ബറക്കത്ത് ഇറക്കി കൊടുക്കുന്നതാണ്. വഹദാ ബിഹിൽ ഉമ്മ, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ട് ഈ ഉമ്മത്തിന്, സമൂഹത്തിന് സന്മാർഗദർശനം നൽകുന്നതാണ്. അവനെ കൊണ്ട് ആളുകൾ ഹിദായത്തിലാകുന്നതാണ്. വജഅല ലഹു ലിസാന സിദ്ഖിൻ ഫിൽ ആലമീൻ ബിസബബി സിദ്ഖിഹി വ ഇഖ്ലാസിഹി, ലോകർക്കിടയിൽ, മനുഷ്യന്മാർക്കിടയിൽ, ജനസഞ്ചയങ്ങൾക്കിടയിൽ അവന് സ്വീകാര്യമുള്ള ഒരു നാവ് അല്ലാഹു നൽകുന്നതാണ്. അവൻ പറഞ്ഞത് എന്തു ആളുകൾ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആളുകൾക്കിടയിലുള്ള സ്വീകാര്യത അവന് ലഭിക്കും. എന്ത് കാരണത്താൽ? ബിസബബി സിദ്ഖിഹി വ ഇഖ്ലാസിഹി, അള്ളാഹുവിനോട് അവൻ കാഴ്ചവെച്ച സത്യസന്ധതയും ഇഖ്ലാസും കാരണത്താൽ. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ. അവൻ നന്നാകും, അവന്റെ പരിശ്രമങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും ബറക്കത്തും ഉണ്ടാകും. അവനെ കൊണ്ട് ആളുകൾ നന്നാവും. ആളുകൾക്കിടയിൽ എന്തു പറഞ്ഞാലും സ്വീകാര്യനാകുന്ന, സ്വീകാര്യയോഗ്യമായ നാവിനുടമയായി, സത്യസന്ധനായി അവൻ വാഴും. ജനഹൃദയങ്ങളിൽ അവൻ സ്ഥാനം പിടിക്കും. സമ്പത്ത് കൊണ്ടല്ല, പദവി കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, ജാടകൾ കൊണ്ടല്ല, പുറംപൂച്ചുകൾ കൊണ്ടല്ല, ദുനിയാവിന്റെ മാറാപ്പുകൾ പേറിയിട്ടല്ല, മറിച്ച് ബിസിദ്ഖിഹി വ ഇഖ്ലാസിഹി, അള്ളാഹുവിനോട് അവൻ പാലിച്ച സത്യസന്ധത കൊണ്ട്, അള്ളാഹുവിന് മാത്രം, ആരെ കാണിക്കാനും ആരെ കേൾപ്പിക്കാനുമല്ല, തന്റെ റബ്ബിന് വേണ്ടി മാത്രം ദീൻ കാഴ്ചവെച്ചതിനാൽ അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. മഹാന ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ ഇഖ്ലാസ്, ഈ ഇത്തിബാ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഉപദേശം, നമ്മുടെ നസീഹത്ത്, നമ്മുടെ ദഅവത്ത്, നമ്മുടെ പ്രബോധനം, നമ്മൾ ഈ മസ്ജിദ് അത് പടുത്തുയർത്തിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ആളുകൾക്ക്, ഉമ്മത്തിന് വഴികാട്ടുക എന്നതാണ്. നമ്മൾ സ്വയം നന്നാവുന്നതോടൊപ്പം സഹോദരങ്ങളെ, ഇത് സാധ്യമാകണമെങ്കിൽ നമ്മളെപ്പോഴും ദിനവും രാവും പകലും നമ്മുടെ സിദ്ഖും നമ്മുടെ ഇഖ്ലാസും പരിശോധിച്ചുകൊണ്ടേയിരിക്കുക, പുതുക്കിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചുകൊണ്ടേയിരിക്കുക. ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, തന്റെ റബ്ബിനെ ബോധിപ്പിച്ചാൽ മതി. അള്ളാഹുവിന് വേണ്ടി മാത്രം, അവന്റെ കൂലി പ്രതീക്ഷിച്ച്, അവന്റെ ശിക്ഷയെ പേടിച്ചു മാത്രം എന്തും പ്രവർത്തിക്കുക, ഉരിയാടുക, നിലപാടെടുക്കുക, ചർച്ച ചെയ്യുക, പ്രവർത്തന പദത്തിൽ കൊണ്ടുവരിക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണത്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സിഹ്ഹത്തു തൗഹീദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അത് ശരിയാം വിധം പഠിച്ചു മനസ്സിലാക്കി നടപ്പിലാക്കുക. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കുക എന്ന തൗഹീദുൽ ഉലൂഹിയ, തൗഹീദിന്റെ മൂന്നിലൊരു വിഭജനമാണ് അതിൽ കാര്യമായി ഉൾക്കൊള്ളുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു തൗഹീദ് മൂന്നിനമാണ്. തൗഹീദിനെ മൂന്നായി അഹ്ലുസുന്ന വൽ ജമാഅ വിഭജിക്കുന്നു. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിലുള്ള ഏകത്വം. രണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ, അല്ലാഹുവിന്റെ ആരാധ്യതയിലുള്ള ഏകത്വം. മൂന്ന് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഏകത്വം. ഇത് മൂന്നും സമ്മേളിച്ചാലേ നമ്മുടെ തൗഹീദ് ശരിയായ തൗഹീദാവുള്ളൂ. നമ്മുടെ ദീനിന്റെ അടിത്തറയാണ് തൗഹീദ്. നമ്മുടെ തൗഹീദ് ശരിയാകണമെങ്കിൽ ഈ മൂന്ന് തൗഹീദിന്റെ ഇനങ്ങളും കറകളഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് നാം നടപ്പിലാക്കണം. പണ്ഡിതന്മാർ പറയുന്നു തൗഹീദ്, തൗഹീദുർ റുബൂബിയ്യ ആകട്ടെ, തൗഹീദുൽ ഉലൂഹിയ്യ ആകട്ടെ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് ആകട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കണം. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവാണ് ഖാലിഖ്, അവനാണ് മാലിക്, അവനാണ് മുദബ്ബിർ. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മെ ഉടമപ്പെടുത്തിയവൻ. നമ്മെ മാത്രമല്ല, ആകാശഭൂമികളെയും മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടികളെയും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഉടമപ്പെടുത്തുന്നതും അവനാണ്. വൽ മുദബ്ബിർ, അവനാണിതെല്ലാം നിയന്ത്രിക്കുന്നവൻ, അതിലവന് യാതൊരു പങ്കുകാരുമില്ല. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള റുബൂബിയത്തിലുള്ള തൗഹീദ്. കഴിഞ്ഞോ? അതോടെ തൗഹീദ് പൂർത്തിയായോ? ഇല്ല. എങ്കിൽ
സൃഷ്ടിച്ചവനും ഉടമപ്പെടുത്തുന്നവനും പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അള്ളാഹു മാത്രമാണെങ്കിൽ, അവനതിൽ യാതൊരു പങ്കുകാരുമില്ല എങ്കിൽ ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിന് മാത്രം, അതിലും അവന് യാതൊരു പങ്കുകാരുമില്ല. ഇതാണെന്ത്? തൗഹീദുൽ ഉലൂഹിയ്യ, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. ഇബാദത്ത് ആ റബ്ബിന് മാത്രം വകവെച്ച് നൽകുക. ഇനി തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്നറിയിച്ച, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനുണ്ട് എന്നറിയിച്ച അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഅകൾ, പേരുകൾ. വസിഫാത്ത്, അതിലുൾക്കൊള്ളുന്ന ഉന്നതങ്ങളായ വിശേഷണങ്ങൾ, അതിലും അവന് യാതൊരു പങ്കുകാരുമില്ല. അവനതിൽ സമശീർഷരില്ലാത്ത, തുല്യരില്ലാത്ത, സമന്മാരില്ലാത്ത ഏകനാണ്. അവന് പേരത്തൊരാളുമില്ല. അവനുള്ള വിശേഷണം അത് യോജിക്കുന്ന അതേ അർത്ഥത്തിൽ അനുഗുണമാകുന്ന ഒരാളുമില്ല. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളും വിശേഷണങ്ങളും അതവനുണ്ട്. അതുള്ള അർത്ഥത്തിൽ അവന് യോജിക്കുന്ന രൂപത്തിൽ മറ്റൊരാൾക്കും അത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതിലും അവൻ ഏകനാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അത് പറഞ്ഞത്, അള്ളാഹിന്റെ റസൂൽ എങ്ങനെയാണ് അത് പഠിപ്പിച്ചത്, അതുപോലെ വിശ്വസിക്കാനാണ്. അതിന്റെ അർത്ഥം തെറ്റിച്ചു പറയാൻ പാടില്ല. അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിമാറ്റാൻ പാടില്ല. അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. അതിനെ ഉപമിക്കാൻ പാടില്ല. അതിന് രൂപം പറയാൻ പാടില്ല. എങ്ങനെയാണ് അള്ളാഹും റസൂലും പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കരങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്യുന്നു. എങ്ങനെ? നമുക്കറിയില്ല. എന്താണ് അതിന്റെ രൂപം? എന്തുപോലെയാണത്? ഇവിടുത്തെ രാജാക്കന്മാർ സിംഹാസനത്തിൽ ആരോഹിതനാകുന്നത് പോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിംഹാസനത്തിൽ ഇസ്തിവാ ചെയ്യുന്നത്? ഒരിക്കലല്ല. രാജാക്കന്മാരെ പോലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ചക്രവർത്തികളെ പോലെ നമ്മൾ ഉപമിക്കാൻ വയ്യ, പാടില്ല, ചിന്തിക്കാൻ പറ്റില്ല. എന്താണ് അതിന്റെ രൂപം? അള്ളാഹു രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നു. അവന് നുസൂലുണ്ട്. അവൻ ഇറങ്ങി വരുന്നു എന്നാൽ അവൻ ഇറങ്ങി വരുന്നു. എങ്ങനെയാണ് ഇറങ്ങി വരുന്നത്? നമ്മുടെ മനസ്സിൽ ആകാശ ലോകത്തു നിന്ന് ഒരു സംഗതി, ഒരു പേടകം, അതല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ്, ഒരു പാരച്യൂട്ട് ഇറങ്ങി വരുന്നത് പോലെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ ഉപമിക്കാൻ പറ്റുമോ? അതിന്റെ രൂപം പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കണം അള്ളാഹും റസൂലും അറിയിച്ചതുപോലെ. എങ്ങനെ? അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. അള്ളാഹുവിന് കരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. നമുക്കറിയില്ല എന്താണ് അതിന്റെ രൂപം, ഏതാണ് അതിന്റെ രൂപം, നമുക്കറിയില്ല. അള്ളാഹു അറിയിച്ചു തന്നിട്ട് അവിടെ നിൽക്കുക. അല്ല, അതിന്റെ രൂപം നമുക്ക് അറിയില്ല എന്നിട്ട് തള്ളാൻ പറ്റുമോ? അതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവാ ചെയ്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരാരോഹണമാണത്. അള്ളാഹു അധികാരമേറ്റു എന്നതാണത്. അർത്ഥം തെറ്റിച്ചു പറയാൻ പറ്റുമോ? പാടില്ല. അള്ളാഹുവിന്റെ നുസൂൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ധാത്തു കൊണ്ട് ഇറങ്ങുന്നില്ല, അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് അർത്ഥം തെറ്റിച്ചു പറയാൻ പറ്റും? അതും പറ്റൂല. അപ്പോൾ എങ്ങനെയാണ് ഖുർആനിലും സുന്നത്തിലും അള്ളാഹും അവന്റെ റസൂലും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്? അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അതിന്റെ രൂപം പറയാതെ, അർത്ഥം തെറ്റിച്ചു മാറ്റാതെ, ഉപമിക്കാതെ. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ കൊണ്ട നിലപാട്. പറഞ്ഞത് മനസ്സിലായോ? ഇത് വളരെ ബുദ്ധിപരമായ കാര്യമാണ്. നമ്മുടെ യുക്തി കൊണ്ട് ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ സാധാരണ അള്ളാഹുവിന്റെ കരങ്ങൾ, അവന്റെ കാൽപാദം, കുർസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആയത്തിൽ കുർസി ഓതുന്നില്ല. എന്താണ് കുർസി എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കിയ കുർസി ഇരിക്കുന്ന കുർസിയാണ്. പക്ഷെ അള്ളാന്റെ കുർസി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന അവന്റെ പാദപീഠമാണ് കുർസി. മൗദിഉൽ ഖദമൈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ആയത്തുൽ കുർസിയെ വിശദീകരിക്കവേ അള്ളാഹുവിന്റെ കുർസി വസിഅ കുർസിയുഹു സ്സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ കുർസി അത് ആകാശഭൂമികളോളം വിസ്തൃതമാണ്. ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്നതാണ്. ആകാശഭൂമികൾ കൊണ്ടുപോയി അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസിയിൽ വെച്ചാൽ ഒരു മരുഭൂമിയിൽ കിടക്കുന്ന വളയത്തെ പോലെ അത് നിസാരമായി പോകും. അപ്പൊ കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാൽപാദം വെക്കുന്ന സ്ഥാനമാണ്. ഇങ്ങനെ അള്ളാഹുവിന് കാൽപാദമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവന്റെ വലതുകരത്തിൽ ആകാശത്തെ അല്ലാഹു വൽ അർളു ഖബ്ലത്തുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി. ആകാശങ്ങളെ അവൻ വലതുകൈയിൽ ചുരുട്ടിപ്പിടിക്കും. അള്ളാഹുവിന് കരങ്ങളുണ്ട്, അതിൽ വലതുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് രണ്ട് വലതു കരങ്ങളുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് അറിയിച്ച അവന്റെ കരങ്ങൾ, അവന്റെ കാൽപാദങ്ങൾ,
ഇത് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ എന്താ ന്യായം പറയല്? അത് മനുഷ്യന്മാരോട് ഉപമിക്കുന്ന പോലെയല്ലേ? പടപ്പുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നത് പോലെയല്ലേ? അള്ളാഹ് പറഞ്ഞ ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹു ആരെപ്പോലുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായ ആരുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കൈയുണ്ട് കാലുണ്ട് എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളെ പോലെ ആക്കലയില്ല, തള്ളി. പക്ഷെ ഇവിടെ ബുദ്ധിപരമായൊരു മറുപടിയുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞ എന്താ? നമുക്ക് കൈയുണ്ട് അല്ലേ? ഒരു മൃഗത്തിന് കൈയുണ്ട്, ഒരു പക്ഷിക്ക് കൈയുണ്ട്, നമുക്ക് കാലുണ്ട്. ഒരു പൂച്ചയുടെ കാല് പോലെയാണ് നമ്മളെ കാല്, ഒരു പക്ഷിയുടെ കാല് പോലെയാണ് നമ്മളെ കാല്. നമ്മുടെ ശരീരം, ഇനി മനുഷ്യന്മാരുടെ കൈയും കാലും തന്നെ എല്ലാം ഒരേ അളവിൽ, ഒരേ വലുപ്പത്തിൽ, ഒരേ നീളത്തിൽ, ഒരേ വണ്ണത്തിൽ, ഒരേ ശക്തിയിൽ, ഒരേ വ്യവസ്ഥയിൽ, രൂപമൊന്നാണ്. പക്ഷേ സൃഷ്ടികളിൽ തന്നെ ഒരേ അവയവങ്ങൾ ഏറ്റക്കുറച്ചിലില്ലേ? എല്ലാം ഒരുപോലെയാണ്. ഒരു മനുഷ്യന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അത് നാൽക്കാലിയുടെ കൈയിനെ പോലെ ആക്കലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളുവോ? മനുഷ്യന് കൈയില്ലാത്ത ജീവിയാണെന്ന് പറയൂ? സൃഷ്ടികൾക്കിടയിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ട്, വ്യത്യാസമുണ്ട്. ഒരു ജീവിക്ക്, ഒരു നാൽക്കാലിക്ക് കൈയുണ്ട് കാലുണ്ട്, അതിനെ യോജിച്ച രൂപത്തിൽ. മനുഷ്യന് കൈയും കാലും കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന് യോജിച്ച രൂപത്തിൽ. ഇതല്ലേ ബുദ്ധിയുള്ളവർ അംഗീകരിക്കുക? മനുഷ്യരെയും ജീവജാലങ്ങളെയും പടച്ച, ആർക്കും തുല്യനല്ലാത്ത, ആർക്കും സമനല്ലാത്ത മഹോന്നതനായ റബ്ബ്, അവന് ഇന്ന വിശേഷണമുണ്ട്, അവന് കരങ്ങളുണ്ട്, അവന് കാൽപാദമുണ്ടെന്ന് അവന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ, അവന് യോജിക്കുന്ന രൂപത്തിൽ. ഇങ്ങനെയല്ലേ വിശ്വസിക്കേണ്ട ബുദ്ധിയുള്ളവര്? അല്ലേ? നമുക്കറിയില്ല എന്നുകൊണ്ട് നമ്മൾ തള്ളലാണോ? ഒരിക്കലുമല്ല. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഇങ്ങനെ കറകളഞ്ഞ തൗഹീദിനുടമകളായി നമ്മൾ മാറണം. പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ എന്ന് ചോദിച്ചാൽ, ഇന്ന് മുസ്ലിമീങ്ങളിൽ പലരോടും അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അല്ലാഹ് എവിടെ മോനെ? ഞാൻ പോ, അല്ലാഹ് എവിടെ? ഫൗഖ സമാ, അല്ലെ? ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അലൽ അർശ്, അവന്റെ സിംഹാസനമാകുന്ന അർശിലാണ് അവൻ. അവിടെയാണ് അവന്റെ സ്ഥാനം. അവൻ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്ഥാനം ഏഴാകാശങ്ങൾക്കുപരിയിലാണ്. അവൻ തൂണിലും തുരുമ്പിലും നാട്ടിലും വീട്ടിലും മേട്ടിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ പറ്റും നമുക്ക്? ഇതാണ് മുസ്ലിമീങ്ങൾ പലരുടെയും വിശ്വാസം. അല്ലാഹ് എവിടെ ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട്. ഇതാണ് പലരുടെയും മറുപടി. അത് പിഴച്ചവാദമാണ്. അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ഏഴാകാശങ്ങൾക്ക് മുകളിൽ, ഫൗഖൽ അർശ്, അവന്റെ അർശിനാണ്, അർശിന് മുകളിലാണ് അവന്റെ സ്ഥാനം. ഏഴാകാശങ്ങൾക്ക് മുകളിൽ, ഉപരിയിൽ, അർശിന് മുകളിലാണ് അവന്റെ സ്ഥാനം. ഇതാണ് നമ്മളെ മറുപടി. പക്ഷേ അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കും എന്നതിനാൽ ഭൂമിയിലുള്ള ഒരു പുൽക്കൊടി പോലും അവന്റെ ശ്രദ്ധയില്ലാതെ, നിരീക്ഷണമില്ലാതെ, കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ ഇവിടുന്ന് ചലിക്കുക പോലുമില്ല. ഉണ്ടോ? ഒരു ധാന്യമണി പോലും അവന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇവിടെ കൊഴിഞ്ഞു വീഴുന്നില്ല. ഒരില പോലും ഇല പൊഴിക്കുന്നില്ല. അള്ളാഹു ഉപരിലോകത്ത് ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അവന്റെ സിംഹാസനത്തിനു മുകളിൽ അവൻ ഇസ്തിവാ ചെയ്തു കൊള്ളനായിരിക്കെ തന്നെ അവൻ ഭൂമിയെയും ആകാശങ്ങളെയും അവയ്ക്ക് ഇടയിലുള്ളതിനെയും സകല പടപ്പുകളെയും സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നു, പരിപാലിക്കുന്നു, പോറ്റുന്നു, ഉടമപ്പെടുത്തുന്നു, സൃഷ്ടിക്കുന്നു, സംഹരിക്കുന്നു, ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു. ഇതിനെല്ലാം കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്നവൻ വിശ്വസിക്കണം. വഅന്നഹു സുബ്ഹാനഹു യുദബ്ബിറു അംറ ഇബാദിഹി വഹ്ദഹു, അല്ലാഹുവാണ് സൃഷ്ടികളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. ഒരു സ്വേച്ഛാധിപതിക്കും, ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനും, ഒരു നിരീശ്വരവാദികൾക്കും ഇവിടുത്തെ നിർഭയത്തെ നശിപ്പിക്കുമെന്ന് ഭീതിയുടെ വിത്തുപാകുന്ന, എന്താ പറയാ, നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെ തകർക്കും, പുറത്താക്കും, അവരുടെ നിർഭയത്വത്തെ ഇല്ലാതാക്കും എന്നൊക്കെ ആളുകൾ പേടിപ്പെടുത്തുന്ന എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, എത്ര വലിയ ഭരണകൂടങ്ങളാണെങ്കിലും ശരി, എത്ര വലിയ ഇസ്ലാമിക വിരുദ്ധ ശക്തികളാണെങ്കിലും ശരി, അല്ല ലോകം മുഴുവനാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം നമുക്ക് ഉറപ്പു വേണം. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. ഫലാ ഖാലിഖ വലാ റാസിഖ വലാ മുഅ്തിയ വലാ മാനിഅ വലാ മുമീത വലാ മുഹിയ വലാ മുദബ്ബിറ വലാ മുമീത വലാ മുഹിയ വലാ മുദബ്ബിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ സൃഷ്ടാവില്ല, അന്നം നൽകുന്നവനില്ല, ഉപജീവനം നൽകുന്നവനില്ല, നൽകുന്നവനില്ല, തടയുന്നവനില്ല, ജീവിപ്പിക്കുന്നവനില്ല, മരിപ്പിക്കുന്നവനില്ല, നിയന്ത്രിക്കുന്നവനില്ല. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അവനാണ് നിയന്ത്രിക്കുന്നത്. അവനല്ലാതെ മറ്റാർക്കും അതിൽ പങ്കില്ല. ഫമാ ശാഅ കാൻ വമാ ലം യശഅ ലം യകുൻ. അവൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടാകുന്നു,
അവൻ ഉദ്ദേശിക്കാത്തത് സംഭവിക്കുന്നില്ല. ലാ തതഹറകു ദർറത്തുൻ ഇല്ലാ ബിഇദ്നി, ഒരണുമണി തൂക്കം, ഒരു കടുകുമണി പോലും, ഒരണുമണി പോലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ചലിക്കുന്നില്ല. വലാ യജ്രി ഹാദിസുൻ ഇല്ലാ ബിമശീഅതി, അള്ളാഹു ഉദ്ദേശപ്രകാരമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ വലാ തസ്കുതു വറഖത്തുൻ ഇല്ലാ ബിഇൽമി, അള്ളാഹുവിന്റെ അറിവ് കൂടാതെ ഒരില പോലും ഇവിടെ കൊഴിയുന്നില്ല. ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുമണി തൂക്കം സാധനം പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്നോ അവന്റെ നിരീക്ഷണത്തിൽ നിന്നോ അന്യമായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവും യുക്തിയും കഴിവും എല്ലാം ചൂഴ്ന്നു നിൽക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ നടപ്പിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്. ആ യുക്തി നമ്മൾ അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി. എന്തിനാണ് അള്ളാഹു ചില ആളുകളെ മാത്രം തെരഞ്ഞെടുത്ത് സ്വർഗത്തിലാക്കുന്നത്? അള്ളാഹുവിന് അതിന്റെ പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്. എന്തിനാണ് ചില ആളുകൾ വഴികേടിലായി പോകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിനു പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം യുക്തിഭദ്രമാണ്. അത് ചിലത് നമ്മളെ അവൻ അറിയിക്കും, ചിലത് അവൻ അറിയിക്കാതെ മൂടിവെക്കും. നമുക്ക് ആവശ്യമുള്ളത് അവൻ അറിയിക്കും, ആവശ്യമില്ലാത്തവൻ അജ്ഞാതമാക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശ്വസിക്കുക. ഇതിലെല്ലാം അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കാളിയുമില്ല എന്ന് ഊട്ടിയുറപ്പിക്കുക. ഇങ്ങനെ കറകളഞ്ഞ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മുൻഗാമികൾ ചിലർ പാടി അല ഇന്നമ തൗഫീഖു ഇൻ കുൻത അഹ്ലഹു മുറാഅതു ഹഖ്ഖില്ലാഹി ഫിസ്സിരി വൽ ജഹരി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് നീ അർഹനാണെങ്കിൽ നീ അല്ലാഹുവിനോടുള്ള ഹക്ക്, അവനോടുള്ള ബാധ്യത നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും പാലിക്കുന്നവനായിരിക്കും. എങ്ങനെയാണ് അല്ലാഹുവിനോടുള്ള ഹക്ക് രഹസ്യത്തിലും പരസ്യത്തിലും പാലിക്കുക? ബിതൗഹീദിഹി ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി ഐലൻ വഫിൻ നഹി വൽ അംരി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നിനും, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാ. ഈ തൗഹീദ് നീ മുറുകെ പിടിക്കുന്നവനായിരിക്കും. വഫിൻ നഹി വൽ അംർ, അല്ലാഹുവിന്റെ കൽപ്പനകളിലും അള്ളാഹുവിന്റെ വിലക്കുകളിലും അവനോടുള്ള ഹക്ക് നീ പാലിക്കുന്നവനായിരിക്കും. അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കും, വിലക്കിയത് ഒഴിവാക്കും. ഇങ്ങനെ നീ പ്രവർത്തിച്ചാൽ നീ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള മറ്റൊരു കാരണം കറകളഞ്ഞ തൗഹീദ് പഠിച്ച് ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് അൽ ഈമാനു ബിഖദരില്ലാഹി വഖളാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നിർണയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു വിധിച്ചതിൽ, അവൻ നടപ്പിലാക്കുന്നതിൽ ഒരു പ്രയാസവുമില്ലാതെ അതിൽ ഉറച്ചു വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വിധിച്ചതേ നടക്കൂ, അവൻ വിധിക്കാത്തത് സംഭവിക്കുകയില്ല. ഈ ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകുക. അള്ളാഹുവിന്റെ തീരുമാനമാണ് നടപ്പിലാക്കുക. അള്ളാഹു തീരുമാനിച്ചത് സംഭവിക്കാതിരിക്കുക എന്നത് അസംഭവ്യമാണ്. അള്ളാഹു തീരുമാനിച്ചത് സംഭവിക്കാതിരിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അള്ളാഹു തീരുമാനിച്ചതേ സംഭവ്യമാകൂ. വഅന്നമാ അസാബൽ ഇൻസാൻ ലം യകുൽ യുഖ്തിഅഹു, നീ ആഗ്രഹിച്ച ചിലത് നിനക്ക് കിട്ടാതെ പോയി, നീ എന്താ വിശ്വസിക്കേണ്ടത്? അത് കിട്ടേണ്ടതില്ല. നമ്മൾ വിചാരിച്ച പലതും നമുക്ക് നേടാതെ പോകാം, നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നമുക്ക് ലഭിക്കാതെ പോകാം. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ആ ലഭിക്കാതെ പോയത്, കിട്ടാതെ പോയത് എനിക്ക് കിട്ടേണ്ടതല്ല, എനിക്ക് കിട്ടേണ്ടതല്ല എന്നതാണ് അള്ളാഹുവിന്റെ വിധി. അതുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത്. കിട്ടാത്തതിന്റെ പിന്നെ കിട്ടേണ്ടിയിരുന്നു എന്ന് ബേജാറാകുന്നവനല്ല ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ. അതുപോലെ തന്നെ നിനക്ക് കിട്ടേണ്ടത് നിനക്ക് കിട്ടാതെ പോകില്ല. നിന്നെ ബാധിച്ചത് നിന്നെ ബാധിക്കേണ്ടത് തന്നെയാണ്. അതൊരിക്കലും നിന്നെ ബാധിക്കാതെ പോകുകയില്ല. നിനക്കുണ്ടായത് നിനക്കുണ്ടാകേണ്ടത് തന്നെയാണ്. ഇത് നീ ഉറച്ചു വിശ്വസിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ് ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജുഫത്തി സുഹുഫ് വതുവിയത്തി സുഹുഫ് ജുഫത്തിൽ അഖ്ലാം, പേനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ രേഖയിൽ എഴുതി വെച്ച പേനകൾ ഉയർത്തപ്പെട്ടു. റുഫിഅത്തിൽ അഖ്ലാം, അതിലെ മഷികൾ ഉണങ്ങി. ആ രേഖകൾ അല്ലാഹുവിങ്കൽ ഭദ്രമാണ്. ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്ന സൂറത്തുൽ ഹദീദിലെ മഹത്തായ ആയത്തുണ്ട്. സൂറത്തുൽ ഹദീദിലെ 22-23 ആയത്തുകൾ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ വിധി നിർണയത്തിലുള്ള വിശ്വാസം നമ്മെ പഠിപ്പിച്ചത്? ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ, വിശ്വാസകാര്യങ്ങളിൽ, 6 ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വിധി നിർണയത്തിലുള്ള ഖദറിലുള്ള വിശ്വാസം നമ്മൾ എന്തിനു പഠിപ്പിച്ചു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖദറിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രോഗം ഉണ്ടായി, പെട്ടെന്ന് കടം കയറി,
വലിയൊരു അപകടമുണ്ടായി. അവന്റെ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് വേർപാടിലായി. ഇങ്ങനെ ദുനിയാവിൽ എന്തു പ്രയാസം ബാധിച്ചാലും എങ്ങനെ അവർ സമാധാനിക്കും? ഇവിടുത്തെ ലാദീനികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറയപ്പെടുന്ന യുക്തിയില്ലാത്ത, ബുദ്ധിയില്ലാത്ത യുക്തിരഹിതവാദികൾ അവരെങ്ങനെ സമാധാനിപ്പിക്കും? അവരെ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു ദുരന്തം ഉണ്ടായിട്ട് എങ്ങനെ പോയി ആശ്വസിപ്പിക്കും? ഒന്ന് പറഞ്ഞ ഞങ്ങൾ. എല്ലാം വിധി സമാധാനിക്കുക എന്ന മുസ്ലിമിനല്ലാതെ അള്ളാഹു തീരുമാനിച്ചേ നാം ക്ഷമിക്കൂ. അള്ളാഹുവിന്റെ പ്രതിഫലം, അവൻ ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്ന കൂലി, അത് നീ ആഗ്രഹിക്കൂ, മോഹിക്കൂ എന്ന് മുഅ്മിനിനല്ലാതെ, ഒരു മുസ്ലിമിനല്ലാതെ പറയാൻ സാധിക്കുമോ? ജീവിതത്തിലെ പ്രതിസന്ധികളും മാറാപ്പുകളും പരീക്ഷണങ്ങളുടെ തീച്ചൂളകളും അവനുമേൽ കുമിഞ്ഞുകൂടുമ്പോൾ അള്ളാഹു വിധിച്ചതേ നടക്കൂ, അവൻ വിധിക്കാത്തതൊന്നും സംഭവിക്കില്ല. ക്ഷമിക്കുക തന്നെ ഭംഗിയായ ക്ഷമ, സബറുൻ ജമീൽ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇങ്ങനെ ആശ്വസിക്കാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിന്റെ വിധി നിർണയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിമിനല്ലാതെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്ന സൂറത്തുൽ ഹദീദിൽ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും, ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലാകട്ടെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും, പരീക്ഷണമോ ദുരന്തമോ വിപത്തോ എന്തുമാകട്ടെ, നമ്മെ ബാധിക്കുന്നതാകട്ടെ ഭൂമിയിൽ പൊതുവായി ബാധിക്കുന്നതാകട്ടെ, അള്ളാഹു പറയാണ് ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് സംഭവിക്കുന്നതിന് മുമ്പ് അവൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് സംഭവിക്കുന്നില്ല. ഇതെല്ലാം അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലും, ഈ ഇരുത്തവും ഇവിടെ നിന്ന് പിരിയലും ഈ സമയവും ഇവിടുത്തെ ഓരോ ചലനവും ഇത് അള്ളാഹു മുൻകൂട്ടി എഴുതി വെച്ച് രേഖപ്പെടുത്തി നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. എന്താകട്ടെ, നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഭൂലോകത്ത് സംഭവിക്കുന്നത് ഏതുമാകട്ടെ, അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമാണെന്ന്? അള്ളാഹുവിന് അത് എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്പ്രയാസം അവൻ നടപ്പിലാക്കുന്ന കാര്യമാണ്, അവൻ നടപ്പിലാക്കിയ കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ അള്ളാഹു കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചത്, രേഖപ്പെടുത്തിയത്? എന്തിനാണ് ഈ വിധി നിർണയം? ശേഷം പറയാണ്, ലികൈല തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ബേജാറാവാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും, ഇനി എന്തെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നൽകിയാൽ അനുഗ്രഹങ്ങളായിട്ട് കിട്ടിയതിൽ മതിമറന്ന് പുളകം കൊള്ളാതിരിക്കാൻ, ആനന്ദിച്ച് ആർമാദിക്കാതിരിക്കാൻ. എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടിയതിന്റെ പേരിൽ അഹങ്കരിച്ച് പൊങ്ങച്ചെന്നടിച്ച് ആർമാദിക്കാതിരിക്കാൻ. എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് നഷ്ടബോധത്തിൽ ദുഃഖിക്കാതിരിക്കാൻ. അപ്പൊ എന്ത് കിട്ടിയാലും എന്ത് കിട്ടാതിരുന്നാലും അള്ളാഹു രേഖപ്പെടുത്തിയതിനാൽ, അവൻ വിധിച്ചതിനാൽ കിട്ടാതിരുന്നു. ഇതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹു പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായ ഒരാളെയും ഇഷ്ടപ്പെടുകയില്ല. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا إلهنا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أعنا على ذكرك وشكرك وحسن عبادتك والتوفيق إلى طاعتك يا رب العالمين.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധി നിർണയ പ്രകാരം മാത്രമാണ് എല്ലാം സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും. ഈ വിശ്വാസം അടിയുറച്ച ഈമാനുള്ള ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ. ഈ ഈമാനുള്ള ഒരാളുടെ ഹൃദയത്തിന് അല്ലാഹു നേർവഴി കാട്ടും. അവന്റെ ഖൽബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അവനെ അല്ലാഹു നയിക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു എല്ലാം കൃത്യമായി അറിയുന്നവനാണ്. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, ഈ വിശ്വാസമുള്ള മുസ്ലിം മുഅ്മിൻ അവന്റെ സ്വഭാവം എന്തായിരിക്കും? ക്ഷമിക്കുക, സബർ, റദിയ. ആ വിധിയിൽ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക. അവൻ കോപിക്കുകയില്ല, അവന്റെ നിയന്ത്രണം വിടുകയില്ല, അവൻ പൊട്ടിത്തെറിക്കുകയില്ല, അവൻ പരിഭ്രാന്തനാകുകയില്ല. മറിച്ച് അവന്റെ വിശ്വാസം എന്താണ്? ഇത് അല്ലാഹു തീരുമാനിച്ചാണ്. ഞാൻ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും, ഞാൻ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടും കാഴ്ചവെച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം തെല്ലനങ്ങോ? അത് മുന്നോട്ടോ പിന്നോട്ടാകോ? ഇല്ല. സംഭവിക്കാനുള്ളത് അല്ലാഹു തീരുമാനിച്ചതുപോലെ സംഭവിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അല്ലാഹുവിനെ സ്തുതിക്കുക. ഇതാണ് പരീക്ഷണ വേളയിലും നമുക്കുള്ള പാഠം. ക്ഷമിക്കുക. ചില ആളുകളുണ്ട്, എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും മുസീബത്തുണ്ടായി കഴിഞ്ഞാൽ പറയാനുള്ളതൊക്കെ പറയും, ചെയ്യാനുള്ളതൊക്കെ ചൊല്ലും. എന്നിട്ട് ഞാൻ ക്ഷമിച്ചോണ്ടാണ് ഇങ്ങനെ അടങ്ങിക്കണമെന്ന് പറയും. ആ ക്ഷമക്ക് ക്ഷമ എന്ന് പറയില്ല. കാരണം എന്താ? അല്ലാഹു തീരുമാനിച്ച് നടപ്പിലാവും. അത് നടന്നു, പിന്നെ ക്ഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ ക്ഷമക്ക് കൂലി കിട്ടൂല. അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായി അവൻ നിർബന്ധിതനാവും അതിന് കീഴൊതുങ്ങാൻ, അല്ലേ? ഇപ്പൊ രോഗം സംഭവിച്ചു, നമുക്കൊരു അപകടം ഉണ്ടായി. അപകടം സംഭവിച്ചു കഴിഞ്ഞു. ആ സംഭവിച്ച സമയത്ത് നമ്മൾ പറയേണ്ടതൊക്കെ പറയും, ചെയ്യേണ്ടതൊക്കെ ചെയ്യും. അതിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും മുസീബത്തുണ്ടായി, ആ സമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യും, പറയേണ്ടതൊക്കെ പറയും. അത് സംഭവിച്ചു കഴിഞ്ഞു, എന്നിട്ട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ഷമ വേണ്ടത് എപ്പോഴാണ്? ഇന്നമ സബ്റു ഇൻദ സ്വദമത്തിൽ ഊലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമ വേണ്ടത് അത് സംഭവിക്കുന്ന ആദ്യ സ്റ്റെപ്പിലാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തമുണ്ടായി, ഒരു അപകടമുണ്ടായി, ഒരു കടം സംഭവിച്ചു, ഒരു മരണമുണ്ടായി, ഒരു പ്രയാസമുണ്ടായി. എപ്പോഴാണ് ക്ഷമിക്കേണ്ടത്? ഇൻദ സ്വദമ. അത് സംഭവിക്കുന്ന സ്പോട്ടിൽ. അതാണ് ക്ഷമ. തുടക്കത്തിൽ അതൊന്നുമില്ലാതെ അവസാനം ആ വിധിക്ക് നിർബന്ധിതനായി കീഴൊതുങ്ങിയിട്ട് ക്ഷമിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ ക്ഷമക്ക് കൂലിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷമ വേണ്ടത് അതിന്റെ ആദ്യത്തിലാണ്. നമ്മളൊരാൾ മോശമായി പെരുമാറി, നമ്മളെ പ്രകോപിപ്പിച്ചു, നമ്മളെ ചൊടിപ്പിച്ചു, നമ്മളെ പരിഹസിച്ചു, നമ്മളെ കളിയാക്കി, നമ്മളെ വെല്ലുവിളിച്ചു, നമ്മളെ ചീത്ത പറഞ്ഞു. അവൻ പറഞ്ഞു അതേപോലെ അങ്ങോട്ട് പറഞ്ഞിട്ട് അവസാനം ഞാനേ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ക്ഷമിച്ചോണ്ടാ വെറുതെ വിട്ട് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്ത് അനിഷ്ടകരമായ പ്രയാസമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതെപ്പോഴാകട്ടെ, ആ സംഭവിക്കുന്ന ആദ്യ മാത്രയിൽ അവിടെ സഹിക്കുക, അള്ളാഹുവിന്റെ വിധിക്ക് കീഴൊതുങ്ങുക, ക്ഷമിക്കുക എന്നിടത്താണ് ക്ഷമയുള്ളത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ഖദറിൽ വിധി നിർണയത്തിൽ തൃപ്തിയടയുക, ഉറച്ച ഈമാൻ കൈക്കൊള്ളുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള എത്രാമത്തെ കാരണമാണ്? മൂന്നാമത്തെ. നാലാമത്തെ കാരണം ഹുസ്നുൽ ളന്നി ബില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. അത് നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യേണ്ട ഇബാദത്താണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം എവിടെ ഉണ്ടാവേണ്ടത്? നമ്മുടെ ഖൽബിനകത്ത്. അത് ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണ്. അതില്ലാതെ നമ്മുടെ തൗഹീദ് പൂർത്തിയാവില്ല. പണ്ഡിതന്മാർ പറയുന്നു, സമീമുത് തൗഹീദി വവാജിബാത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തൗഹീദ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത്. തൗഹീദിന്റെ നിർബന്ധ ബാധ്യതകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യോജിക്കുന്ന, അവന്റെ മഹത്വത്തിന് അനുഗുണമായ, അവന് ചേരുന്നതേ അവനെ കുറിച്ച് നമ്മൾ വിചാരിക്കാൻ പാടുള്ളൂ. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മോശമായൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല.
അങ്ങനെ പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നല്ല വിചാരമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അയ്യദുന്നൽ അബ്ദു അന്നല്ലാഹ തആല റഹീമു, അള്ളാഹു അവനോട് കാരുണ്യം മാത്രം ചെയ്യുന്നവനാണ്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. അള്ളാന്റെ പേരാണ്, അള്ളാന്റെ സിഫത്താണ്. അള്ളാഹു കാരുണ്യത്തിന്റെ ഉറവിടമാണ്, അവൻ റഹ്മത്തിന്റെ കേദാരമാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളോട് ഒരിക്കലും വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ്, അവനൊരിക്കലും അവന്റെ അടിമകളോട് ളുൽമ ചെയ്യുകയില്ല, അനീതി ചെയ്യുകയില്ല, ദ്രോഹിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നവൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഔദാര്യവാനാണ്, അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അവൻ മാപ്പ് നൽകുന്നവനാണ്. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരാണ് അഫുവുൻ, അവൻ മാപ്പ് ചെയ്യുന്നവനാണ്. യുഹിബ്ബുൽ അഫ്, അവൻ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടാകുക, അവനെക്കുറിച്ച് ഈ രൂപത്തിൽ നല്ല വിചാരങ്ങൾ മാത്രം വെച്ച് പുലർത്തുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നു, അന ഇൻദ ദന്നി അബ്ദീ ബി, എന്റെ അടിമ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നമ്മൾ മോശം വിചാരിച്ചാൽ നമ്മുടെ സഞ്ചാരം എങ്ങനെയായിരിക്കും, നമ്മുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് പ്രതിഫലം നൽകും. നന്നായി ജീവിച്ചാൽ അള്ളാഹു എനിക്ക് ഇവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ അത് നീട്ടി നൽകും എന്ന് വിശ്വാസമുള്ളവനല്ലേ നന്നായി ജീവിക്കുള്ളൂ, അല്ലേ? അല്ലാത്തവൻ ജീവിക്കോ? അള്ളാഹിന്റെ ശിക്ഷയെ പേടിക്കുന്നവനല്ലേ തിന്മകൾ ഒഴിച്ചു തീർത്തുള്ളൂ, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്താൽ അവനോട് ഏറ്റു പറഞ്ഞാൽ മാപ്പിരുന്നാൽ അവന് പുറത്തു തരും എന്ന വിശ്വാസമുള്ളവൻ, അങ്ങനെ അള്ളാഹിനെ കുറിച്ച് വിചാരിക്കുന്നവനല്ലേ നിരാശയില്ലാതെ നന്മകളിൽ മുഴുകി തെറ്റുകളിൽ നിന്ന് വീണ്ടും തിരിച്ചു നടന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുക്കുള്ളൂ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രവർത്തിക്കുക എന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അധികം ആളുകളും മനുഷ്യരിൽ അധിക പേരും ഈ വിഷയത്തിൽ വളരെ പിന്നിലാണ്. അള്ളാഹുവിനെ കുറിച്ച് അവർ മോശം വിചാരത്തിലാണ്. അവർ പലരും വിചാരിക്കുന്നു, അവരിലധിക പേരും വിശ്വസിക്കുന്നു, എനിക്ക് അർഹിക്കുന്നത് പലതും കിട്ടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പലതും നേടാൻ സാധിക്കുന്നില്ല, എനിക്ക് അള്ളാഹു തന്നിട്ടുള്ളത് കുറച്ചാണ്, എനിക്കിതിലേറെ കിട്ടണം, ഞാൻ ഇതിലേറെ അർഹിക്കുന്നുണ്ട്, എനിക്ക് തന്നതൊന്നും പോരാ. ഇതാണ് മനുഷ്യന്മാരുടെ വിശ്വാസം. അദ്ദേഹം പറയാണ്, നീ നിന്റെ നാവ് കൊണ്ടത് പറയുന്നില്ല, നിന്റെ നാവ് പോരാ, അള്ളാഹ് എന്നെ കൈവിട്ടു, ഇത്ര തന്നാ പോരാ, ഇത് നിന്റെ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും നീ നിന്റെ മനസ്സിലൊന്ന് പരതി നോക്കുക, നിന്റെ മനസ്സാക്ഷിയുടെ അകത്തളങ്ങൾ നീ ഒന്ന് പരിശോധിച്ചു നോക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ വിചാരത്തിന്റെ കരിമ്പുക നിന്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. നീ പരിശോധിക്കുക, നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാതിയാണോ, അവന്റെ വിധി, അവന്റെ തീരുമാനത്തെക്കുറിച്ചുള്ള ആക്ഷേപമാണോ, അള്ളാഹു വിധിച്ചത് അതിനെതിരെ സംഭവിക്കണമെന്നായിരുന്നോ നിന്റെ തേട്ടം? അള്ളാഹു തന്നത് കുറഞ്ഞുപോയി, അല്ലെങ്കിൽ അള്ളാഹു നൽകിയ പരീക്ഷണങ്ങൾ കൂടിപ്പോയി, എങ്ങനെയാണോ നിന്റെ വിചാരം? എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നിനക്ക് അകലുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണോ, അതാണ് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യം. മുൻഗാമികൾ ചിലർ പാടി, അഹ്സിനി ظن برب عودك حسن الامس وسوى عودك. നീ നിന്റെ റബ്ബിനെ കുറിച്ച് സദാ നല്ല വിചാരം വിചാരിക്കുക, അവൻ നിനക്ക് നന്മ മാത്രം ചെയ്യുന്നവനാണ്, അവൻ നിന്നെ ദ്രോഹിക്കുകയില്ല. നിന്റെ ഇന്നലകൾ, കഴിഞ്ഞ കാലത്തെ ഇന്നലകളെ കുറിച്ച് നീ ആലോചിച്ച് നിനക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ഇന്നലകൾ അത് നന്നാക്കിയവനാരാണ്? അള്ളാഹുവാണ്. അവൻ തന്നെയാണ് നിന്റെ ഇന്നും നാളെയും നന്നാക്കുന്നവൻ. ഇന്നലകൾ നിനക്ക് അള്ളാഹു അനുഗ്രഹം വാരിക്കോരി നൽകിയെങ്കിൽ ഇന്ന് നീ നഷ്ടക്കാരനാണ് എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, ഇന്ന് നീ കടക്കാരനാണെന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, ഇന്ന് നീ ദുരിതത്തിലാണ് എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, ഇന്നലകൾ നന്നാക്കിയ നിന്റെ റബ്ബ് ഇന്നും നാളെയും നന്നാക്കാൻ കഴിവുള്ളവനാണ്. അവന് മാത്രമാണ് അത് സാധിക്കുക. ഇന്ന റബ്ബൻ കാന യക്ഫീകല്ലദീ കാന ബിൽ അംസി സയക്ഫീക ഗദബ്. ഇന്നലകളിൽ നിനക്ക് മതിയായ റബ്ബ് നാളെ നിനക്ക് മതിയായവനാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്
നല്ലതു മാത്രം വിചാരിക്കുക. ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള 4ാമത്തെ വഴിയാണ്. 5ാമത്തെ വഴി, നമ്മളെ നിസ്കാരം എത്ര മണിക്കായിരുന്നു? 5ാമത്തെ വഴി അത്തവക്കുലു അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള 5ാമത്തെ വഴി. തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജത്തിൻ തലബ്ത ഫഇന്നല്ലാഹ യഖ്ലി വയഖ്ദിറു. നീ ആഗ്രഹിക്കുന്ന, നീ തേടുന്ന ഏതേതു കാര്യങ്ങളുണ്ടോ അതിലെല്ലാം റഹ്മാനായ നിന്റെ റബ്ബിൽ നീ ഭരമേൽപ്പിക്കുക. അള്ളാഹു നിനക്ക് മതിയായവനാണ്, അവൻ വിധിക്കുന്നു, അവൻ നടപ്പിലാക്കുന്നു. അതുകൊണ്ട് അവനിൽ നീ ഭരമേൽപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. ഈ തവക്കുലും എന്താണ്? നമ്മുടെ കൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്താണ്. തവക്കുൽ എവിടെയാണ് പ്രകടിപ്പിക്കുക? കൽബിലാണ്, ഹൃദയത്തിലാണ്. ഒരാളുടെ തവക്കുലിന്റെ ശക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവന്റെ തൗഹീദും ഈമാനും വർദ്ധിക്കും. എത്രത്തോളം അവനിൽ തവക്കുൽ കുറയുന്നോ അത്രത്തോളം അവനിൽ ഈമാനും തൗഹീദും കുറയും. വൽഅബ്ദു യൽതറു ഇല തവക്കുലി അലല്ലാഹി വൽഇസ്തിആനതി ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കാൻ, അവനോട് കാര്യങ്ങളിൽ സഹായം തേടാൻ ഒരു മനുഷ്യൻ നിർബന്ധിതനാണ്. അള്ളാന്റെ സഹായമല്ലാതെ, അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാതെ ഒന്നും അവന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, ഒന്നും അവൻ ഒഴിവാക്കാനും സാധിക്കില്ല. അത് ദീനിയാകട്ടെ ദുന്യവിയാകട്ടെ. ദുന്യവിയായി നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ദീനിയായ ഒരു നന്മ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ, ഒരു തിന്മ ഒഴിവാക്കാൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിലുള്ള തവക്കുലും അവനോടുള്ള സഹായത്തേട്ടവും നമുക്ക് ആവശ്യമാണ്. അതില്ലാതെ സാധിക്കുകയില്ല. എന്താണ് തവക്കുലിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ പറയുന്നു, അയ്യഅലമൽ അബ്ദു അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുറച്ചു വിശ്വസിക്കുക. വഅന്നഹു മാഷാ അല്ലാഹു കാൻ, അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കും. വമാ ലം യശഅ ലം യകുൻ, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. വഅന്നഹു നാഫിഉ ദാറുൽ മുഅ്തിയൽ മാനി, അള്ളാഹുവാണ് ഉപകാരം നൽകുന്നവൻ, അവനാണ് ഉപദ്രവത്തെ തൊട്ട് തടയുന്നവൻ, അവനാണ് നൽകുന്നവൻ, അവനാണ് തടയുന്നവൻ, അവനാണ് ശിക്ഷിക്കുന്നവൻ, അവനാണ് നന്മകൾ നൽകുന്നവൻ. വഅന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു മാറ്റവും, ഒരു സംഗതിയും, ഒരു ശക്തിയും, ഒരു കഴിവും നടപ്പിലാകുകയില്ല. ഫബഅദ ഹാദൽ ഇൽം യഅ്തമിദു ബിഖൽബിഹി അലാ റബ്ബിഹി ഫി ജൽബി മസാലിഹി ദീനിഹി വദുനിയാഹു. ഈ അറിവുള്ള ഒരാൾ, അള്ളാഹ് ഉദ്ദേശിച്ചേ നടക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ നടക്കുക, അവനാണ് നൽകുന്നവൻ, അവനാണ് തടയുന്നവൻ, ഒരു മാറ്റവും കഴിവും ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ആൾ എന്ത് ചെയ്യും? അവനിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിക്കും. അവന്റെ ഖൽബ് അള്ളാഹുൽ അവലംബിക്കും. അവൻ ആഗ്രഹിക്കുന്ന ഏതൊരു നന്മയാകട്ടെ, അത് ദുന്യവിയാകട്ടെ ഉഖ്റവിയാകട്ടെ, അള്ളാഹുൽ മാത്രം അവൻ അവലംബിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അവൻ ഉറച്ചു വിശ്വസിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കാൻ പറഞ്ഞ പണിയെടുക്കും. അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് കയ്യും കെട്ടി വീടിന്റെ മൂലയിൽ കുത്തിരിക്കലാണോ? അല്ല, അതിന് തവക്കുലെന്ന് പറയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിച്ച് ഖൽബിൽ അള്ളാഹുവിലുള്ള ഈമാൻ അടിയുറപ്പിച്ച് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ പണിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ താല്പര്യം കാണിക്കണം, നീ പണിയെടുക്കണം. വസ്തഇൻ ബില്ലാഹ്, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടണം. അപ്പൊ പണിയെടുക്കും വേണം. അതോടൊപ്പം ആ പണിയിലൂടെ, ആ പ്രവർത്തനത്തിലൂടെ, ആ സബബിലൂടെ അള്ളാഹുവേ നീ എന്റെ ആഗ്രഹം നടത്തി തരണമേ, നീ പൂർത്തീകരിച്ചു തരണമേ, നീ സഹായിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയും വേണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഈ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവനിൽ ഹൃദയം അവലംബിച്ച് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരാൾ തവക്കുലാക്കിയാൽ അള്ളാഹു പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹ് മാത്രം മതി. നിഅമൽ മൗല വ നിഅമൻ നസീർ, ഹസ്ബുനല്ലാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവാണ് ഭരമേൽപ്പിക്കാൻ അർഹൻ, അവനാണ് സഹായിക്കാനും ഭരമേൽപ്പിക്കപ്പെടാനും യോഗ്യനായവൻ, അവനേക്കാൾ അതിന് അർഹതയുള്ള മറ്റാരുമില്ല. അള്ളാഹു നിനക്ക് മതിയായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അല്ലാത്ത സൃഷ്ടികളിലേക്കോ കാരണങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ നമ്മുടെ ഹൃദയം തിരിഞ്ഞുപോയാൽ, ഇപ്പൊ നമ്മൾ ഈ രംഗത്ത് ശിർക്ക് സംഭവിക്കുന്ന ആളുകളെ വിമർശിക്കും. ജാറങ്ങളിൽ പോകുന്നവർ, ആൾദൈവങ്ങൾക്ക് പിന്നാലെ പോകുന്നവർ, സൃഷ്ടികളെ പൂജിക്കുന്നവർ, അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതെല്ലാം പ്രതീക്ഷയും ഭയമൊക്കെ അവിടെ പോയി കൊടുക്കുന്നു എന്ന് പറയും. എന്നിട്ടോ ഈ പറയുന്ന നമ്മൾ
അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? തവക്കുലാക്കുന്നുണ്ടോ? നമ്മളോ? ഐഹികമായ നമ്മുടെ കഴിവ്, നമ്മുടെ ജോലി, നമ്മുടെ പണി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അധികാരം, രോഗം വന്നാൽ ഡോക്ടറുടെ മരുന്ന്, അയാളുടെ ചികിത്സ, ഇങ്ങനെ ഭൗതികമായ അസ്ബാബുകളിൽ നമ്മൾ അവലംബിക്കും. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ പോലും നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്ക് വരെ അറിയാവുന്ന രോഗം വന്നു കഴിഞ്ഞാൽ ഒന്ന് അവസാനത്തെ 3 സൂറത്തുകൾ മുഅവ്വിദാത്തുകൾ ഓതി തടവുക എന്നുള്ള ചികിത്സയും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനുള്ള മാർഗവും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അപ്പോഴത്തേക്ക് ഓടും പടപ്പുകൾ ഉണ്ടാക്കി വെച്ച കാരണങ്ങളുടെ പിന്നാലെ. ഇതെന്താണ്? അസ്ബാബുകളിൽ നമ്മുടെ കൽബ് ഭരമേൽപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ്. നമുക്ക് ദുനിയവിയ ആവശ്യമുണ്ട്. നമുക്കിവിടെ ഒരു ബിൽഡിംഗ് പണിയണം, ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി വേണം. അതിന് കാണേണ്ടവരെ കാണണം, ശുപാർശ ചെയ്യേണ്ടവരെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിക്കണം, രാഷ്ട്രീയമായ ഇടപെടലും സ്വാധീനവും ചെലുത്തണം. അതിനുമുമ്പ് എന്ത് വേണം? ആ മനുഷ്യന്മാരുടെ കൽബും അവരുടെ ചിന്തയും നമുക്ക് അനുകൂലമാകണമെങ്കിൽ, ആ പേപ്പർ മേശപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് നീങ്ങണമെങ്കിൽ അവരെ കൽബിനെയും നമ്മുടെ കൽബിനെയും നിയന്ത്രിക്കുന്ന റബ്ബുണ്ട്. ആ റബ്ബിനൊരു നിമിഷം മതി. ആ റബ്ബിനോട് അത് തേടിയിട്ട് പോണം, അവനിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു പോണം. അല്ലാഹുവേ, ഇതാ എന്റെ ആവശ്യം ഇതാണ് റബ്ബേ, നിന്നോട് ഞാൻ നിരക്കുന്നു, നീ എന്നെ സഹായിക്കണമേ, ഞാനിതാ പണിയെടുക്കാൻ പോവാണ്, ഞാൻ നീ പറഞ്ഞ അസ്ബാബുകൾ തേടുകയാണ്, നീ എനിക്കത് അനുകൂലമാക്കണമേ. റബ്ബിനോട് ആദ്യം തേടിയിട്ട് വേണം കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും പിന്നാലെ പോകാൻ. അള്ളാഹുവിൽ പരമമായ വലം. ഇനി എന്തെങ്കിലും നടപ്പിലായി കഴിഞ്ഞാലോ ക്രെഡിറ്റ് മുഴുവൻ അള്ളാഹ്ക്കാണ്, അയാളൊരു കാരണം മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ കാരണമായി എനിക്ക് നൽകി, അല്ലാതെ അയാളെ കൊണ്ട് കിട്ടിയെന്നല്ല നമ്മൾ പറയേണ്ടത്. ഇങ്ങനെയായിരിക്കണം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരുടെ അവസ്ഥ. ഹൃദയം, വിശ്വാസം, ഉറപ്പ്, ഭരമേൽപ്പിക്കൽ അള്ളാഹുലേക്ക് മാത്രം, അവലംബം പൂർണ്ണമായും അള്ളാഹുവിന് മാത്രം. ബാക്കിയുള്ളതെല്ലാം കേവലം കാരണങ്ങൾ മാത്രമാണ്. അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായേക്കാം, ചിലപ്പോൾ പ്രതികൂലമായേക്കാം. അത് അനുകൂലമാക്കുന്നവനും അള്ളാഹുവാണ്, പ്രതികൂലമാക്കുന്നവനും അള്ളാഹുവാണ്. ഒരേ മരുന്ന്, ഒരേ അസുഖം കഴിക്കുന്ന വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്ത സ്വാധീനമാണ്, ഇല്ലേ? എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനനുകൂലമാക്കുന്നവനും പ്രതികൂലമാക്കുന്നവനും. അപ്പൊ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം ബരമേൽപ്പിക്കുക, കാരണങ്ങളെ കേവലം കാരണങ്ങളായി മാത്രം മനസ്സിലാക്കുക, അതിനപ്പുറത്തെ വിശ്വാസവും അവലംബവും അല്ലാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടുക. ഇങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നേടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. 6ാമത്തെ കാര്യം, അത്തബറുഉ മിനൽ ഹൗലി വൽ ഖുവ്വത്തി ഇല്ലാ ബില്ലാഹ്. കഴിവും ശക്തിയും അവസ്ഥകൾക്ക് മാറ്റം വരുന്നതുമെല്ലാം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അവനെ കൊണ്ട് മാത്രമാണ്. എനിക്ക് യാതൊരു കഴിവുമില്ല, സാമർഥ്യവുമില്ല, ശക്തിയുമില്ല. സ്വന്തം കഴിവിൽ നിന്നും ശക്തിയിൽ നിന്നും സാമർഥ്യത്തിൽ നിന്നും അള്ളാഹുവിന് മാത്രം അത് വകവെച്ച് നൽകി ഒഴിഞ്ഞു നിൽക്കുക. ഇതാണ് ഒരു മുഅ്മിന്റെ അടയാളം. ഞാൻ എന്തെങ്കിലും നേടിയെങ്കിൽ, എനിക്കുന്നതമായ വിദ്യാഭ്യാസവും സമ്പാദ്യവും ജോലിയും നേടാൻ സാധിച്ചുവെങ്കിൽ അതെന്റെ കഴിവാണ്, എന്റെ സാമർഥ്യമാണ്, എന്റെ അധ്വാനമാണ്, എന്റെ നേട്ടമാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഈ രംഗത്ത് നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ഒരു കഴിവും ഒരു ശക്തിയും കുട്ടികൾ പഠിച്ചാലും, കുട്ടികൾ എന്തെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലും, അവരുടെ പഠന രംഗത്താകട്ടെ, അവർക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ, അവരുടെ കഴിവിൽ അവർക്ക് മതിപ്പുണ്ടായാൽ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. ഇന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന തന്ത്രം, പാഠം, തത്വം എന്താണ്? ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കഴിയും, എനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. സെൽഫ് ബിലീഫ് ഉണ്ടാവണം എന്നാണ്, അല്ലെ? കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ഞാൻ പറയും, അല്ലാഹു അഅലം, ഈ ആത്മവിശ്വാസം എന്നുള്ള പ്രയോഗം തന്നെ അബദ്ധമാണ്. നമ്മുടെ സ്വന്തത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് ഇന്നത് കഴിയും, ഞാൻ ഇന്നത് ചെയ്യും, ചെയ്യണം എന്ന് വിചാരിച്ചാൽ എനിക്ക് സാധിക്കുമോ? ഈ നിമിഷം നിങ്ങൾ വിചാരിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അടുത്ത നിമിഷം സാധിക്കുമോ? കഴിഞ്ഞ നിമിഷം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം എനിക്ക് കഴിയും, ഞാൻ എന്റെ സ്വന്തത്തിൽ വിശ്വസിക്കും എന്ന് പറയുക? എനിക്ക് കഴിയില്ല എന്നാണ് പറയേണ്ടത്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവന്റെ സഹായമില്ലാതെ ഒന്നും, എന്റെ വിരലനക്കാൻ പോലും, എന്റെ ഹൃദയം മന്ത്രിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്നാണ് ഒരു മുസ്ലിം പഠിപ്പിച്ചു വെക്കേണ്ടത് മക്കളെ, സ്വന്തത്തെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതിന്റെ അർത്ഥം അതാണ്. ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെയില്ല.
നോക്കൂ നിങ്ങൾ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ദിക്റാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നബി ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു ചോദിച്ചത്? അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട, സ്വർഗം വെട്ടിപ്പിടിക്കാൻ സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട, സ്വർഗത്തിലേക്ക് നിനക്കെത്താൻ സാധിക്കുന്ന നിധികളിൽ ഒരു നിധി, അങ്ങനെയുള്ളൊരു വാചകത്തെ പഠിപ്പിച്ചു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് ഇതിന്റെ അർത്ഥം? ലാ അസ്തതിഉ തഹവ്വുലൻ വലാ തസറുഫൻ. ഒരു മാറ്റവും ഒരു ക്രയവിക്രയവും ഒരിടപാടും ഒരു ചലനവും ഒന്നും ബിനിയത്തിൻ വലാ ഫിഅലിൻ വലാ ഖൗലിൻ, നിനക്കൊന്ന് ഉദ്ദേശിക്കാനോ നിനക്കൊന്ന് ഉരിയാടാനോ നിനക്കൊന്ന് പ്രവർത്തിക്കാനോ ഒന്നിനും സാധിക്കില്ല. ഇല്ലാ ബിഖുവതിക അല്ലതി ജഅൽത ഫിയ ഔ തജഅൽ. അല്ലാഹുവേ, നീ എനിക്ക് തരുന്ന കഴിവുകൊണ്ടല്ലാതെ, നീ എനിക്ക് നിശ്ചയിച്ച കഴിവുകൊണ്ടല്ലാതെ, വലാ ഖുവത ലി ഫീ ഷൈഇൻ മിൻ അംരി ഇല്ലാ ബിമാ ജഅൽത ഫിയ മിൻ ഖുവതിക്. നിന്റെ കഴിവിൽ നിന്ന്, നിന്റെ ശക്തിയിൽ നിന്ന് നീ എനിക്ക് നൽകിയതെന്താണോ അതുകൊണ്ടല്ലാതെ എനിക്കൊന്നും സാധിക്കില്ല. നിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ, നിന്റെ സഹായം കൊണ്ടല്ലാതെ എനിക്കൊന്ന് ചിന്തിക്കാനോ മൊഴിയാനോ പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല. വഖദാലിക സായിറുൽ ഖൽഖ്. ഞാൻ മാത്രമല്ല, എല്ലാ പടപ്പുകളുടെ അവസ്ഥ ഇതാണ്. എത്ര വലിയവനാണെങ്കിലും, എത്ര വലിയ രാജാധിപതിയാണെങ്കിലും, അള്ളാഹുവെ, എന്തെങ്കിലും അവർക്ക് അധികാരവും ശക്തിയും കഴിവുണ്ട്, നീ കൊടുത്തത്, നിന്റെ ഖുവത്ത്, അതല്ലാതെ അവർക്കൊന്നുമില്ല, ആർക്കും ഒന്നും സാധിക്കുകയില്ല. ഈ വിശ്വാസമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിലും ശക്തിയിലും സകലതും സമർപ്പിക്കുക, നമ്മൾ നിസ്സഹായരാണ്, ദുർബലരാണ്, അശക്തരാണ് എന്ന തിരിച്ചറിവുണ്ടാകുക എന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ കൂടി. 7ാമത്തെ കാര്യം, 4 കാര്യങ്ങൾ കൂടി. അൽ യഖീനു ബില്ലാഹ്. അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകുക, അള്ളാഹുവിൽ അടിയുറച്ച ഈമാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഈ രംഗത്ത് മുൻഗാമികളിൽ ചിലർ പറഞ്ഞൊരു ബൈത്ത് വളരെ മനോഹരമാണ്. കറമുൽ ഫത അത്തഖ്വ. ഒരു മനുഷ്യന്റെ മാന്യത എന്ന് പറഞ്ഞാൽ അവൻ മാന്യനാണ് എന്ന് പറയാൻ സാധിക്കും എന്തുണ്ടെങ്കിൽ? തഖ്വയുണ്ടെങ്കിൽ. അള്ളാഹു ഹറാമാക്കിയതൊന്നും അവന്റെ ജീവിതത്തിലില്ല, അവൻ നിർബന്ധമാക്കിയതൊക്കെ അവന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവനെക്കുറിച്ച് നമുക്ക് പറയാം ആൾ മാന്യനാണെന്ന്. ഇവിടെ നമ്മുടെ നാട്ടിലെ മാന്യതയുടെ പട്ടം ചാർത്തി കൊടുക്കുന്നവരുടെ വിശേഷണങ്ങൾ എന്താണ്? നമ്മളൊന്ന് വിലയിരുത്തി നോക്കി. കറമുൽ ഫത അത്തഖ്വ. ഒരു യുവാവിന്റെ മാന്യത അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നതിലാണ്. വഖുവ്വതുഹു മഹ്ദുൽ യഖീൻ. അവന്റെ ശക്തി ചുറുചുറുക്ക്, ചോരത്തിളപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാനാണ്, യഖീനാണ്. വദീനുഹു ഹസബു. അവന്റെ അന്തസ് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ്, അവന്റെ ആദരവ് ദീനിലാണ്. അതുകൊണ്ട് നമ്മുടെ മാന്യത തഖ്വയിലാണ്, നമ്മുടെ ശക്തി അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാനിലാണ്, യഖീനിലാണ്, നമ്മുടെ അന്തസ് ദീനാണ് എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. അള്ളാഹുവിലുള്ള അടിയുറച്ച യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്, അവന്റെ കൺട്രോളിലാണ്. അവൻ അവന്റെ യുക്തിക്കനുസൃതമായി അതിനെ നിയന്ത്രിക്കുന്നു, ചലിപ്പിക്കുന്നു, ചലിപ്പിക്കാതിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനക്ക് ഞാൻ കീഴൊതുങ്ങേണ്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള സഹായത്തിന് സദാ ഞാൻ കേഴുന്നവനാണ്. ഫലാ യഖാഫുൽ മുഅ്മിനു മിൻ ഗദി. അതുകൊണ്ട് ഒരു മുഅ്മിൻ അവന്റെ നാളകളെ കുറിച്ച്, നാളെ എന്താവും എന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയില്ല, വിഷമിക്കുകയില്ല. لأن النفع والضر لا يتحقق إلا بمشيئته. കാരണം എന്തൊരു നന്മയും എന്തൊരു ഉപദ്രവവും അത് അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ ഇല്ല, സംഭവിക്കുകയില്ല. അതുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ അടിയുറച്ച ഈമാനുള്ളവനാണ്, അവനിൽ ഉറപ്പോടെ ദൃഢതയോടെ അവലംബം പ്രാപിക്കുന്നവനാണ് എന്ന വിശ്വാസം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ്. ഇതാണ് 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം അൽ ബറാഅത്തു മിനൽ ബിദ്അഇ വ അഹ്ലിഹാ. ബിദ്അത്തിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിടുതൽ കൈക്കൊള്ളുക, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് എന്താണോ അതേ നമുക്ക് അനുഷ്ഠിക്കാൻ അനുവാദമുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തിബാ പറഞ്ഞെടുത്ത്. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിന്മകളല്ല, അത് പാപങ്ങളല്ല,
അത് മോശത്തരങ്ങളുടെ രൂപത്തിലല്ല വരിക. ബിദ്അത്ത് എന്നത് ആത്യന്തികമായി തിന്മയാണ്. പക്ഷേ അത് വരുന്നതിന്റെ രൂപം എന്താണ്? നന്മയായിട്ടാണ്, ദിക്റായിട്ടാണ്, സ്വലാത്തായിട്ടാണ്, നിസ്കാരമായിട്ടാണ്, നോമ്പായിട്ടാണ്. നന്മകളുടെ രൂപത്തിലാണ് ബിദ്അത്ത് കോലം കെട്ടി വരിക. മദ്യപാനം ബിദ്അത്താണെന്ന് നമ്മൾ പറയോ? വ്യഭിചാരം ബിദ്അത്താണെന്ന് പറയോ? മോഷണം അതൊക്കെ മഅസിയത്ത് എന്നാ പറയാ. അതിന് നൽകുന്ന ഇസ്ലാമിക സാങ്കേതിക ശബ്ദം മഅസിയത്ത് എന്നാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ദീനിലില്ലാത്ത നന്മകളുടെ രൂപത്തിൽ അത് വരുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ഇങ്ങനെയുള്ള എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. എല്ലാ ദലാലത്തും വഴികേടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ സംസാരത്തിന്റെയും തുടക്കത്തിൽ സ്വഹാബത്തിനെ കേൾപ്പിച്ച വാചകമാണ് നമുക്കറിയാം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം ദീനിൽ അനുഷ്ഠിച്ചത് അത് തള്ളപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ സ്വീകരിക്കൂല, അവന്റെ അമലിനെ സ്വീകരിക്കൂല, അള്ളാഹുവിന്റെ തൗഫീഖ് അവന് ലഭിക്കില്ല. അപ്പൊ ഒരാൾ ബിദ്അത്ത് ചെയ്യുക, ബിദ്അത്തുകാരോടൊപ്പം സഹവസിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള കാരണമാണ്. കാരണം ബിദ്അത്ത് ചെയ്യുന്നവനെ റദ്ദുൻ, അവനെയും അവന്റെ അമലിനെയും അള്ളാഹു തള്ളുന്നതാണ്, അള്ളാഹു കൈയൊഴിയുന്നതാണ്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക, ബിദ്അത്തുകാരുമായി അകലം പാലിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ലഭിക്കാനുള്ള കാരണമാണ്. സഹോദരങ്ങളെ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ കാര്യം. ഇത് നമ്മൾ പലരും അറിയാത്തൊരു തത്വമാണ്. പലർക്കും അറിഞ്ഞിട്ടും ചിലപ്പോൾ ബോധവാന്മാരല്ലാത്ത ഒരു തത്വമാണ്. വൻപാപങ്ങൾ, വ്യഭിചാരം, മദ്യപാനം, പലിശ, കൊലപാതകം, കൊള്ള, ഇതൊക്കെ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. സബ്ഉൽ മുബിഖാത്ത് നമുക്കറിയാം. ഈ വൻപാപങ്ങളിൽ ഏറ്റവും ആളം, ഇതിനേക്കാളെല്ലാം ഗുരുതരമാണ് ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ. അതെന്തിന്റെ രൂപത്തിലാണ് വരിക? നമ്മൾ നേരത്തെ പറഞ്ഞു, ദിക്റായി, സ്വലാത്തായി, നോമ്പായി, പ്രവാചക സ്നേഹമായി, മൗലൂദായി, ഇങ്ങനെ നന്മകളുടെ രൂപത്തിലാണ് വരിക. കാരണം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് വൻപാപങ്ങളിൽ ഇത് ഏറ്റവും ഗുരുതരമായതെന്നറിയോ? ഒരു തിന്മ ചെയ്യുന്നൊരു വ്യക്തി, നേരത്തെ പറഞ്ഞ മദ്യമോ മയക്കുമരുന്നോ ലഹരിയോ വ്യഭിചാരമോ ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ വിലക്കിയ തിന്മകൾ ചെയ്യുന്നൊരു വ്യക്തി, അത് ചെയ്യുന്ന ആളുകൾക്ക് അധികവും അറിയാം ഇത് തിന്മയാണെന്ന്. അധികം ആളുകളും അത് തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു വേള അവൻ ആ തിന്മയിൽ നിന്ന് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങിയേക്കാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ആളോ, അവനത് വേണ്ടതാണെന്ന് വിചാരിച്ചിട്ട്, ദീനാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, നന്മയായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് മടങ്ങാൻ സാധ്യത വളരെ കുറവാണ്. തൗബയില്ലാതെ ആ ബിദ്അത്തിലായവൻ മരിക്കാൻ സാധ്യതയേറെയാണ്. അപ്പൊ ഏതാ ഗൗരവമുള്ളത്? ബിദ്അത്താണ്. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മൻഹജാണ്, അവരുടെ നടപടിക്രമമാണ് ബിദ്അത്തുകളാണ് മഅസിയത്തുകളെക്കാൾ ഗൗരവം, ഗുരുതരം. അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നും ബിദ്അത്തിൽ നിന്നും ബിദ്അത്തുകാരിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുജാലിസ് അഹ്ലൽ അഹ്വാ. ബിദ്അത്തിന്റെ തോന്നിയത് ദീനാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. ഫഇന്ന മുജാലസതഹും മുംറിളത്തുൻ ലിൽ ഖുലൂബ്. അവരോടുള്ള സഹവാസം നിങ്ങളുടെ ഹൃദയങ്ങളെ രോഗാതുരമാക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു സയ്യിദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലാ തുജാലിസു അഹ്ലൽ അഹ്വാ. നിങ്ങൾ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം ഇരിക്കരുത്. വലാ തുജാദിലുഹും. അവരോട് സംവദിക്കാൻ പോകരുത്. ഫഇന്നി. അവരോട് തർക്കിക്കാൻ പോകരുത്. ഫഇന്നി ലാ ആമനു അൻ യഗ്മിസൂകും ഫി ളലാലതിഹിം. കാരണം അവരോട് തർക്കിച്ച് അവരുടെ വഴികേടിൽ നിങ്ങളെ അവർ ആഴ്ത്തിക്കളയുമെന്നത് ഞാൻ പേടിക്കുന്നു. ഔ യുലബ്ബിസു അലൈക്കും മാ കുൻതും തഅരിഫൂൻ. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന വിഷയത്തിൽ അവരുടെ ബാത്തില് കൂട്ടിക്കലർത്തി നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സാധാരണക്കാരായ ആളുകളോട് പറയുന്നതാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകൾ അവരുമായി സംസാരിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്ന വളരെ ഗൗരവമായി കാണണം. പ്രത്യേകിച്ച് വിവരമില്ലാത്ത ആളുകൾ, ആ വിഷയത്തിൽ അറിവില്ലാത്ത ആളുകൾ, ആരുമായി സംവാദം നടത്തുക, ആരുമായും തർക്കിക്കുക, ആരുടെ മുമ്പിലും ദീനിന്റെ മസലകൾ സർവ്വത ചർവണം നടത്തുക ആരും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് കഴിയുന്ന പണി ഏൽപ്പിച്ചിട്ടുള്ളൂ. നമ്മുടെ നഫ്സിനെ നന്നാക്കുന്നതിന്റെ ഭാഗമാണ് ഈ ജാതി ശുഭഹത്തും മാറാപ്പും പേര് നടക്കുന്നവരോടൊപ്പം സംസാരിക്കാനും സംവദിക്കാനും പോകാതിരിക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. കാരണം എന്താ? അവരുടെ രോഗം എങ്ങാനും അറിയാതെ നമുക്ക് പകർന്നാൽ, അത് നന്മയായി മനസ്സിലാക്കിയാൽ, അതിലായി നമ്മൾ മരിച്ചാൽ, നമ്മളൊരു വ്യഭിചാരിയായി, മദ്യപാനിയായി, ഒരു മോഷ്ടാവായി, ഒരു കൊലപാതകയായി മരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയാണത്. തൗബ നഷ്ടപ്പെടുന്ന അവസ്ഥയാണത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് 8ാമത്തെ കാര്യം. 9ാമത്തെ കാര്യം ഈ പറഞ്ഞതിന് നേരെതിരാണ്. ബിദ്അത്തുകാരോടും ബിദ്അത്തിനോടും കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞാൽ അതിന് നേരെതിരെന്താണ്? അഹ്ലുസുന്നയോട്, സുന്നത്തിന്റെയും അതുപോലെ തന്നെ ദീനിന്റെ ശരിയായ അറിവ് അത് പകർന്നു നൽകുന്നവരുടെയും ഒപ്പം സഹവസിക്കുക, അവരോടൊപ്പം സഹവസിക്കുക, കൂട്ടുകൂടുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമുക്ക് മഹത്തായ പാഠം നൽകുന്ന ഒരു സംഭവമുണ്ട്. സ്വഹാബികൾ വളരെ കുറഞ്ഞുപോയ കാലത്ത്, താബിഈങ്ങൾ ധാരാളമായി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ യഹ്യ ഇബ്നു യഅ്മർ, അതുപോലെ തന്നെ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹിംയരി എന്ന് പറയുന്ന താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന 2 മഹാന്മാർ ആ കാലഘട്ടത്തിൽ ബസ്രയിൽ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമാണ് സംഭവിക്കുന്നത് സംഭവങ്ങൾ എന്ന ഖദറിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതിനെ നിഷേധിച്ചുകൊണ്ട് മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന ഒരു പിഴച്ച വാദക്കാരൻ ബസ്രയിൽ രംഗപ്രവേശം ചെയ്തു. ആദ്യമായി ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ചരിത്രത്തിൽ വരുന്നത് ഇയാളാണ്, മഅബദുൽ ജുഹ്നി. ബസ്രയിൽ താബിഈങ്ങൾ ഏകദേശം ജീവിച്ചിരുന്ന കാലഘട്ടമാണ്, സ്വഹാബികൾ വളരെ കുറവാണ്. അവരുടെ വാദം എന്താണ്? കാര്യങ്ങളൊക്കെ ഇങ്ങനെ യാദൃശികമായി സംഭവിക്കും. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികൾ പറയുന്ന പോലെ ഒന്ന് മുൻകൂട്ടി, അതിങ്ങനെ യാദൃശികമായി ആകസ്മികമായി സംഭവിക്കുന്നതാണ്, തീർത്തും യാദൃശിക മാത്രം. ഇങ്ങനെ വാദിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നു. അന്ന് ജീവിച്ചിരുന്ന താബിഈങ്ങൾക്കറിയാം ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ഇത് പിഴച്ചവാദമാണെന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ കാത്തിരുന്നു. ഹജ്ജിന്റെയും ഉംറയുടെയും അവസരം വന്നപ്പോൾ മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ആരെങ്കിലും, ജീവിച്ചിരിക്കുന്നവരിൽ ആരെയെങ്കിലും കണ്ടുമുട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അങ്ങനെ അവർ ഹജ്ജിനോ ഉംറക്കോ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ മക്കയിൽ വെച്ച് മസ്ജിദുൽ ഹറാമിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമറിനോട് സംസാരിച്ചു. ഞങ്ങൾക്കിടയിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചില വിഭാഗം ആളുകൾ, അവർ ഖുർആൻ ഓതുന്നുണ്ട്, അവരറിവുള്ളവരാണ്, ദീനിന്റെ വിജ്ഞാനങ്ങൾ നുകരുന്നവരും പകരുന്നവരുമാണ്. പക്ഷേ അവരിൽ ചിലർ വാദിക്കുന്നു ലാ ഖദർ, അള്ളാഹു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണ് സംഭവിക്കുന്നത് എന്നവർ വിശ്വസിക്കുന്നില്ല, അവരതിനെ നിഷേധിക്കുന്നു. വഅന്നൽ അംറ ഉനുഫുൻ, കാര്യങ്ങളൊക്കെ യാദൃശ്ചികമായി മാത്രം സംഭവിക്കുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർക്കുള്ള മറുപടി നൽകി. ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും വഅന്നഹും ബുറാഉം മിന്നി. നീ അവരെ കണ്ടുമുട്ടിയാൽ അവരോട് പറഞ്ഞേക്കുക, ഞാൻ അവരിൽ നിന്ന് ഒഴിവാണ്, അവരെന്നിൽ നിന്നും ഒഴിവാണ്. വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ലൗ അന്ന ലിഅഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബ ഫഅൻഫഖഹു മാ ഖബല അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അല്ലാഹുവിനെ പിടിച്ചു സത്യം ചെയ്തുകൊണ്ട് ഇതാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്നു, അവരിൽ ഒരാൾ ഉഹുദ് പർവ്വതത്തിന് സമാനമായ സ്വർണം ചിലവഴിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല, അവർ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ എന്നവരോട് പറഞ്ഞേക്കുക. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദ്ദസനി അബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഹദീസ് ജിബ്രീൽ കോട്ടിയാണ്. ഹദീസ് ജിബ്രീൽ നമ്മൾ ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചു. ഹദീസ് ജിബ്രീൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് റാവി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമറാണ് അത് റിവായത്ത് ചെയ്തത്. എന്നിട്ട് ഹദീസ് ജിബ്രീൽ ഓതി ഈമാൻ കാര്യങ്ങൾ അതിലെണ്ണി പറയുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് മറുപടി പറഞ്ഞു, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നിർണയ പ്രകാരമാണ് ഖൈറാകട്ടെ ഷർറാകട്ടെ സംഭവിക്കുക എന്ന വിശ്വാസം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് അത് ലഭിച്ചതുകൊണ്ട് താബിഈങ്ങളുടെ കാലത്ത് രംഗപ്രവേശം ചെയ്ത ഒരു പുത്തൻ ബിദ്അത്ത്, ഒരു പിഴച്ചവാദം, അതിൽ നിന്ന് അവർക്ക് അല്ലാഹു സുരക്ഷിതത്വം നൽകി. ആരെ കൊണ്ട്? അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളെ കൊണ്ട്, പണ്ഡിതന്മാരെ കൊണ്ട്, ഉലമാക്കളെ കൊണ്ട്. അതുകൊണ്ട് എക്കാലത്തും ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, നാട്ടിൽ പുതിയ മസലകൾ ഉടലെടുക്കുമ്പോൾ നമ്മളങ്ങ് ചർച്ച ചെയ്തിട്ട്, നമ്മളങ്ങ് ചർവത ചർവണം നടത്തിയിട്ട്, നമ്മളങ്ങ് ഇബാറത്ത് കോട്ട് ചെയ്തിട്ട്, നമ്മളങ്ങ് തലങ്ങും വലങ്ങും ഫത്വ കൊടുക്കലല്ല. ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ യോഗ്യന്മാരായ ഉലമാക്കളിലേക്ക് മടങ്ങുക എന്നതാണ്.
അവരോട് അഭിപ്രായം തേടുക എന്നാണ്. താബിഈങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല അക്കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന, ഈമാനിന്റെ അടിവേരിറക്കുന്ന ആ വാദത്തെ എതിർക്കാനും അത് തെറ്റാണെന്ന് പറയാനും അവർക്കറിയാഞ്ഞിട്ടല്ല. മറിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളിൽ, സ്വഹാബികളിലേക്ക്, കിബാറുകളിലേക്ക്, മുതിർന്നവരിലേക്ക് ഇൽമു കൊണ്ടും അറിവ് കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും പ്രായാധിക്യവും എടുപ്പുമുള്ള ആളുകളിലേക്ക് മടങ്ങിയെന്നാണ്. ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ദിക്ർ ഹൽക്ക കണ്ടപ്പോ എന്താ ഇത്? സ്വഹാബിയാണ്. അപ്പൊ തന്നെ വായിച്ചോ, ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് സ്വഹാബികളിൽ. ഇദ്ദേഹവും സ്വഹാബിയാണ്. മടക്കി എന്നിട്ടാണ് വന്ന് അവിടെ ഫത്വ കൊടുത്തത്. അല്ല നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനം ആവൂല. ശരിയായ ഉലമാക്കളിലേക്ക് മടങ്ങാലല്ലാതെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ തീരുമാനിക്കാൻ പോകുന്നവരാണ് എന്ന അഹങ്കാരവും മാറാപ്പും കൊണ്ട് നടന്നാൽ ഫിത്നകൾ നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് 9ാമത്തെ കാര്യം. 10ാമത്തെ കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ, ഈ പറഞ്ഞ 9 കാര്യങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന കാര്യമാണത്. എന്താണത്? തൊലബുൽ ഇൽമിൻ നാഫിഅ, അള്ളാഹുവിന്റെ ദീനിന്റെ ഉപകാരപ്രദമായ വിജ്ഞാനം അത് കരസ്ഥമാക്കുക. ഉപകാരപ്രദമായ വിജ്ഞാനം അത് ദീനിന്റെ അറിവ് മാത്രമാണ്. നമ്മൾ ദുനിയാവിൽ എന്തു പഠിച്ചു കൂട്ടിയിട്ടും അത് ഒരു പക്ഷേ നമുക്ക് മരണം വരെ ഉപകരിച്ചേക്കും. ഒരു പക്ഷേ അതിൽ ചിലത് നമ്മൾ പഠിച്ചു കൂട്ടിയ ദുനിയാവിന്റെ വിജ്ഞാനങ്ങളിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന എന്താണുള്ളത്? എത്ര വർഷമാണ് ഒരു മനുഷ്യൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് +2, ഡിഗ്രി, PG, PH, എത്ര വർഷം? പതിറ്റാണ്ടിലേറെ, അതല്ലെങ്കിൽ 2 പതിറ്റാണ്ടോളം അവന്റെ ഒരു പുരുഷായുസ് മുഴുവൻ അവൻ പഠിച്ചു തീർത്ത വിജ്ഞാനീയങ്ങൾ, ഛർദ്ദിച്ച് പരീക്ഷ എഴുതി അതിലൂടെ കിട്ടിയ സർട്ടിഫിക്കറ്റും മാറാപ്പും കൊണ്ട് നേടിയ ലക്ഷ്യങ്ങൾ, ഇതുകൊണ്ട് എന്താണ് അവന് ദുനിയാവിൽ ഉപകാരപ്പെടുക? ഇനി ദുനിയാവിൽ ഉപകാരപ്പെട്ടാലും മരിച്ചാലോ? അവന്റെ ഖബറിലേക്ക് എന്തുപകാരപ്പെടും? അതുകൊണ്ട് ഉപകാരപ്രദമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹ് വഖാല റസൂൽ വഖാല സഹാബ, അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, അവന്റെ റസൂൽ ഹദീസിൽ പറഞ്ഞു, സഹാബത്ത് അതിനെങ്ങനെ മനസ്സിലാക്കി, അവരിങ്ങനെ മൊഴിഞ്ഞു. ഇതാണ് ഉപകാരപ്രദമായ അറിവ്. ഇത് സകല നന്മകളും നേടിയെടുക്കാനുള്ള തൗഫീഖാണ്, കാരണമാണ്, മാർഗമാണ്, വഴിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ പൈസക്കാരനാക്കും, അവനെ ഭംഗിയുള്ളവനാക്കും, അവനെ വലിയ ശക്തനാക്കും, അവനെ വലിയ തറവാടിയാക്കും, അവനെ രാഷ്ട്രീയക്കാരനാക്കും, അവനെ ഭൗതിക സംവിധാനങ്ങളിലെ തലപ്പത്ത് അധികാരം കൈയാളുന്ന വലിയ സ്ഥാനീയനാക്കും എന്നൊന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച് യുഫഖിഹു ഫിദ്ദീൻ, അവന് ദീനിൽ വിവരം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. അവന് ദീനിൽ അവഗാഹം നൽകുന്നതാണ്. അപ്പോൾ ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളം എന്താണ്? ഒരാൾക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം ദീനിൽ എത്രത്തോളം വിവരമുണ്ട്, അതാണ് അതിന്റെ അടയാളം. ഈ ഹദീസിന്റെ നേരെ എതിരുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, മഫ്ഹൂം മുഖാലഫ എന്ന് പറയാം അറബിയിൽ, മല്ലം യുഫഖിഹുല്ലാഹു ഫിദ്ദീൻ ലം യുരിദ് ബിഹി അത്തൗഫീഖ ലിൽ ഖൈർ. ഒരാൾക്ക് ദീനിൽ വിവരല്ലേ, അവൻ അല്ലാഹു ഖൈർ നമ്മൾ അളക്കുന്ന നന്മയുടെ ഖൈറിന്റെ മാനദണ്ഡം. ഒരാൾ രക്ഷപ്പെട്ടു, കഴിച്ചിലായി, ഉഷാറായി, അവൻ സേഫായി, അവൻ ഖൈറിലാണ് എന്ന് നമ്മൾ അളക്കുന്ന മാനദണ്ഡം ദുനിയാവിന്റെ സമ്പത്തും പദവിയും അധികാരവും അല്ലാതെ, വീടും കാറും ചേലും കോലും അല്ലാതെ, അള്ളാഹുവിന്റെ ദീനിൽ അതിന് യാതൊരു മാനദണ്ഡവുമില്ല. അള്ളാഹുവിന്റെ ദീനിൽ നന്മയുടെ അളവുകോൽ, ഖൈറിന്റെ മാനദണ്ഡം അത് അള്ളാഹുവിന്റെ ദീനിലുള്ള അറിവ് മാത്രമാണ്. ഒരാൾക്ക് അള്ളാഹിന്റെ ദീനിൽ നിന്ന് എത്രത്തോളം വിവരം കുറയുന്നു അത്രത്തോളം അവന് ഖൈർ കുറഞ്ഞു എന്നാണ്, അത്രത്തോളം അവന് നന്മ കുറയുമെന്നാണ്. എത്രത്തോളം അവൻ അള്ളാഹുവിന്റെ ദീനിൽ ഇൽമുണ്ടോ, അറിവുണ്ടോ, അത്രത്തോളം അള്ളാഹുവിന് ഖൈർ ഉദ്ദേശിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് തിരിഞ്ഞു ചോദിക്കുക, അള്ളാഹിന്റെ ദീനിൽ എനിക്ക് എന്തറിവാണുള്ളത്, അത്ര എനിക്ക് ഖൈർ ഉണ്ടാവുള്ളൂ. എത്ര അറിവാണ് എനിക്ക് കുറഞ്ഞു പോയത്, അത്രത്തോളം എനിക്ക് ഖൈർ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ വീണ്ടും വിചാരം നമുക്ക് ഉണ്ടാകണം. എല്ലാവരും സ്വർഗത്തിലേക്കുള്ള പോംവഴി അന്വേഷിക്കുന്നവരാണ്, ഷോർട്ട് കട്ട്. സ്വർഗത്തിലേക്ക് എളുപ്പത്താൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശിർക്കിന്റെ വഴിയിൽ കൂടെ വരെ സഞ്ചരിക്കുന്നത്, അല്ലേ? സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന മൊല്ലന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ പിന്നാലെ കൂടുന്നത്. അത് സ്വപ്നം കൊണ്ട് പാടി നടക്കാൻ സ്വപ്നജീവികളായ ചില മൊയ്ലിയന്മാർ അത് വേറെയുണ്ട്. ഒക്കെ സ്വർഗത്തിലേക്ക് എളുപ്പം പോകാനുള്ള മാർഗം അന്വേഷിച്ചത്. പക്ഷെ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടായി, എളുപ്പ വഴിയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താ? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന.
ആരാണോ അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചത്, അള്ളാഹു ആ മാർഗത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള മാർഗം അവൻ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് ഇൽമിന്റെ വഴിയാണ്. അത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിനകത്തെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന, അവനെ മാത്രം വിളിച്ചു തേടുന്ന, അവന് വേണ്ടി നിസ്കരിക്കാൻ ബാങ്കുലികൾ മുഴങ്ങുന്ന, നമ്മുടെ വെളിപ്പാട് അകലെയുള്ള മസ്ജിദിൽ ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു മണിക്കൂർ നമുക്ക് ചെലവഴിക്കാൻ വരെ നമുക്ക് കഴിവും സാമർഥ്യവും തിരക്ക് വകഞ്ഞു മാറ്റിയുള്ള സദ്യയും ഇല്ലെങ്കിൽ, സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ഇവിടെ അനന്തരമായി ഏൽപ്പിച്ചത് ദീനാറോ ദിർഹമോ അല്ല, സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ അല്ല, മറിച്ച് ഇന്നമാ വറസുൽ ഇൽം, ദീനിന്റെ വിജ്ഞാനങ്ങളാണ്. അതനന്തരം എടുക്കുന്നവർ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവർ, അവരേറ്റവും മഹത്തായ വിഹിതമാണ് അവർ കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കാനുള്ള ഇന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തേതും 10ാമത്തേതുമായ കാരണം, വഴി, മാർഗം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇത് കണക്റ്റഡാണ്. ഈ വിവരമില്ലെങ്കിൽ നമുക്കിതിനൊന്നും സാധിക്കുകയില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കും തൗഫീഖ് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.